أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. صدق الله العظيم. صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. وصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمسط له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وعلم يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സർവാദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. 2 വർഷം അല്ലേ? കൊറോണ ഒന്നിന്റെ 2 വർഷം അതല്ലേ ചോദിച്ചാൽ കൊറോണയുടെ ഇടയിൽ 2 വർഷം പോയില്ലേ? ഞാൻ നേരത്തെ എത്തുന്നൊരു സ്ഥലമാണ് ഇവിടെ പൊതുവെ. അത് വിചാരിച്ച് നേരത്തെ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പക്ഷെ ഇത്ര തിരക്കുണ്ട് എന്നുള്ളത് നേരത്തെ അറിയില്ലല്ലോ. റോഡ് മുഴുവനും ബ്ലോക്കാണ്. അവധി ആയതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. നമ്മൾ അങ്ങനെ കരുതുക. ചില്ലറ ആഘോഷ പരിപാടികളും റോട്ടിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ തിരക്ക് കൊണ്ട് 1.5 മണിക്കൂർ റോട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും. സമയം വെറുതായിട്ടില്ല. കിതാബ് കുറച്ചുകൂടി നോക്കാനും കുറച്ചുകൂടി ഓതാനൊക്കെ സമയം കിട്ടി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ ഇവിടെ എത്തേണ്ട നേരത്തെ എത്തിയില്ല എന്നുള്ളൊരു പ്രയാസമേ ഉള്ളൂ. അതുകൊണ്ട് ബോധപൂർവം വൈകിയതല്ല, അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ട് വൈകിയതാണ്. നമ്മൾ നിശ്ചയിച്ച സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് ബാക്കി ദിവസങ്ങളിലൊക്കെ നമുക്ക് സൂറത്തുൽ ബലദ് ചർച്ച ചെയ്യണം. നമ്മുടെ ഈ ചെറിയ ഇൽമ് വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. വലിയ വലിയ പണ്ഡിതന്മാർ ഇത് സംബന്ധമായി പറയുമ്പോൾ ഒരുപാട് അവർക്ക് പറയാനും നമുക്ക് കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആമുഖമായിട്ട് ചെറിയ ഒരു സൂറത്താണ് എന്ന് നിലക്ക് വിഷയങ്ങളൊക്കെ കുറച്ചേ ഉണ്ടാകുള്ളൂ എന്ന് കരുതരുത്. ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ ചെറിയൊരു വിശദീകരണം മാത്രമാണ് നാം നടത്തുന്നത്. പരിശുദ്ധ ഖുർആൻ കൂടുതലായി പഠിക്കാനും കൂടുതലായി ഖത്മ് ചെയ്യാനും ഇരുലോകത്തും അതിൻ്റെ സഹായം ലഭിക്കുന്നവരിലും അള്ളാഹു നമ്മെയും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ മുഅ്മിനാത്തുകളെയും ആ മദതും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള പരിപാടികൾ സംബന്ധിച്ചിരുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ഇന്ന് നമ്മോടൊപ്പമില്ല. അവരെ ഹദറത്തിലേക്ക് നമ്മുടെ ഈ സദസ്സിന്റെ ബറക്കത്തുകൾ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ. സൂറത്തുൽ ബലദ്. ബലദ് എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയുക. രാജ്യം, നാട് എന്നൊക്കെയാണ്. തുടക്കത്തിൽ ഏറ്റവും മഹത്വമുള്ള ഒരു രാജ്യത്തെ
നാടിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പ്രമേയമാക്കി സംസാരിക്കുകയാണ്. അല്ലാഹു പറയുന്നത് ഈ സൂറത്തിലെ മുഖ്യ പ്രമേയം മനുഷ്യരായ നമ്മളാണ്. ഇനി വരാൻ പോകുന്ന ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മനുഷ്യന്മാരും അവർക്കെല്ലാവർക്കുമുള്ള സംഗതികളാണ് സത്യം ചെയ്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല പ്രസ്താവിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. തുടക്കത്തിൽ ഇങ്ങനെ ഒരു ലാ ഉഖ്സിമു ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ കാണാം. ലാ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം സത്യം ചെയ്യുന്നില്ല എന്ന ഒരു നിഷേധാർത്ഥമാണ്. അങ്ങനെയല്ല. ലാ ഉഖ്സിമു എന്ന് വായിക്കും ഞാൻ തീർച്ചപ്പെടുത്തി പറയുന്നു, സത്യം ചെയ്ത് പറയുന്നു എന്നാണ് അർത്ഥം വെക്കുന്നത്. അപ്പൊ പിന്നെന്തിനാ ലാ? പലയിടത്തും ഉണ്ടല്ലോ അങ്ങനെ ലാ. ഇദാ വഖഅത്തി സൂറത്ത് ഓതുമ്പോൾ അതിലുമില്ലേ ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം അല്ലേ? അവിടെ ഉണ്ട് ലാ ഉഖ്സിമു. വേറെ ലാ ഉഖ്സിമു കൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അവിടൊക്കെ ഈ സത്യത്തിന് ശക്തി കൂട്ടാനാണ് ലാ. സത്യത്തിനൊരു ഊക്ക് കൂട്ടണം, പറച്ചില്ല. നമുക്കത് ശക്തിപ്പെടുത്തി അല്ലാഹു തആല പ്രസ്താവിച്ചു തരികയാണ്. ലാ ഉഖ്സിമു തീർച്ചപ്പെടുത്തി സത്യപ്പെടുത്തി പറയട്ടെ, സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ടൊരു കാര്യം പറയാം. ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ തന്നെയാണ് സത്യം. ഈ രാജ്യത്തെ സത്യം ചെയ്ത് ഞാൻ പറയും. ചില പണ്ഡിതന്മാര് പറഞ്ഞു ലാ എന്നുള്ളത് നേരത്തെ ഇതിന് മുമ്പുള്ളൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫജ്ർ. ആ ഫജ്ർ സൂറത്തിൽ വന്ന ചില ആശയങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് ലാ. ലാ അതിന് മറുപടിയാണ്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയൊന്നുമല്ല, നിങ്ങൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല. ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് നേരത്തെ പറഞ്ഞൊരു വിഷയത്തെ നിഷേധിക്കാനാണ് ലാ എന്ന് തഫ്സീർ എഴുതിയവരും ഉണ്ട്. മിക്ക പണ്ഡിതന്മാരും പറഞ്ഞു ലാ ഉഖ്സിമു എന്നിടത്തുള്ള ലാ, അങ്ങനെ വന്നിടത്തൊക്കെയുള്ള ലാ തഅ്കീദിനാണ്, ശക്തിപ്പെടുത്താനാണ്. അപ്പൊ ഈ സത്യത്തെ ഒന്നുകൂടി സത്യപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യം തന്നെയാണ് സത്യം. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ രാജ്യത്തിന് ഇത്രയും ബഹുമാനം ഉണ്ടാകാനുള്ള ഒരു കാരണം, സത്യം കഴിഞ്ഞിട്ടില്ല, ഇനിയും സത്യമുണ്ട്. ഇടയിൽ അല്ലാഹു തആല പറയാണ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബിയെ അവിടുന്ന് ഹില്ലും ബിഹാദൽ ബലദ്, ഈ രാജ്യത്ത് അവിടുന്ന് ഇറങ്ങി താമസിച്ച മഹൽ വ്യക്തിത്വമാണ് തങ്ങൾ. തങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങി താമസിച്ചു എന്നതുകൊണ്ട് ഈ പരിശുദ്ധമായ നാടിന് മക്കത്തുൽ മുക്കറമക്ക് ഏറ്റവും വലിയ ബഹുമാനം അല്ലാഹു തആല നൽകി. അല്ലാഹു തആല ആ നാടിന് വലിയ ബഹുമാനം നൽകിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്ത നാടാണത്. ഏറ്റവും അധികം തങ്ങൾ താമസിച്ച നാടും മക്കയാണ്. 53 വർഷക്കാലം തുടർച്ചയായി തങ്ങൾ മക്കയിൽ തന്നെ താമസിച്ചു. അവിടുന്ന് മദീനയിലേക്ക് പുറപ്പെട്ട ശേഷം വീണ്ടും ഇടക്കിടക്കൊക്കെ മക്കയിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. പിന്നെയും അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നു, സത്യം കഴിഞ്ഞിട്ടില്ല. വവാലിദിൻ വമാ വലദ്, ഒരു പിതാവിനെയും മക്കളെയും തന്നെയാണ് സത്യം. പിതാവും മക്കളും വിവിധ വിവക്ഷകൾ ആ തഫ്സീറിലുണ്ട്. ആ ആയത്തിനെ പറ്റി പ്രധാനമായും പിതാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ബാക്കിയുള്ള ലോകത്തുള്ള ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും വരാനിരിക്കുന്നവരൊക്കെ വമാ വലദ്, മക്കളുമാണ്.
അപ്പൊ എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിയിട്ടൊരു കാര്യം പറയാൻ പോകുന്ന വിഷയം ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ നാം സൃഷ്ടിച്ച് സംവിധാനിച്ചത് പ്രതിസന്ധികൾക്ക് ഇടയിലാണ്. ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ അത് ഓരോ മനുഷ്യനിലും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും അനുഭവിക്കാത്തവരാരുമില്ല. മനുഷ്യനെ പടച്ചത് തന്നെ അങ്ങനെയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിസന്ധികൾ വെച്ചിട്ടുണ്ട്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ നാം സൃഷ്ടിച്ച് സംവിധാനിച്ചത് ഫാനോ? ഇത് പാകത്തെ ഫാനാണല്ലോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലോ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. പ്രതിസന്ധിയിൽ, ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിലൂടെയാണ്. അല്ലാഹു തആല സൃഷ്ടിക്കാൻ പ്രയാസപ്പെട്ടു എന്നല്ല, മനുഷ്യനെ അല്ലാഹു തആല രൂപപ്പെടുത്തിയത് ഒരുപാട് പ്രതിസന്ധികൾ സ്വീകരിക്കുന്ന ഒരാളായിട്ടാണ്. എപ്പോഴും ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ, സ്വന്തത്തിലും കുടുംബത്തിലും, അവന്റെ ജന്മത്തിലും, ജന്മത്തിന്റെ മുമ്പും തുടക്കത്തിലുമൊക്കെ ഒരുപാട് പ്രതിസന്ധികളാണ്. ഒരു കുട്ടിയായി ജനിക്കുന്നതിന്റെ മുമ്പ് എത്ര പ്രതിസന്ധികൾ ഉമ്മ തരണം ചെയ്യണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ചില സഹോദരിമാര് 4 മാസവും 6 മാസവും വെള്ളമില്ലാതെ വേറൊന്നും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രയാസം സഹിച്ച് തരണം ചെയ്ത് നല്ല ക്ഷമയോടെ ഇബാദത്തുകളൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് അത് പുറത്തേക്ക് വരികയാണ്, ഛർദിച്ചു വരിക. അതുകൊണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ശരീരത്തെ കാത്തു സൂക്ഷിക്കും. കുറച്ചുകൂടിയൊക്കെ ഇങ്ങോട്ട് 2 മാസം കൂടി കഴിഞ്ഞപ്പോ നോർമലായി, ഭക്ഷണമൊക്കെ കഴിച്ച്. എന്നാലും നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എത്ര സൂക്ഷിച്ചു വേണം. നേരെ ആ സഹോദരിയുടെ നേരെ അപ്പുറത്ത് കിടക്കുന്ന ആ സഹോദരിയുടെ ഭർത്താവ് മലർന്നു കിടക്കുമ്പോൾ ഈ സഹോദരിക്ക് അതിന് സാധിക്കില്ല, ചെരിഞ്ഞേ കിടക്കാവൂ. ആ പ്രതിസന്ധിയൊക്കെ സഹിക്കാൻ. അങ്ങനെ ആ കുഞ്ഞ് പുറത്തേക്ക് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ഒരു സന്തോഷാണെങ്കിലും ആ കുട്ടിയെ വളർത്തുന്നിടത്തും ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ തരണം ചെയ്യണം. ആ കുട്ടി വളർന്നു വരുന്ന ആ കുട്ടിക്കുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ആ കുട്ടി നടക്കണമെങ്കിൽ, നടത്തത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര പ്രയാസം, എത്ര വീഴ്ച വീഴണം. ആദ്യം ഒന്നിങ്ങനെ പതുക്കെ പിടിച്ച് ആദ്യം ഒന്നിങ്ങനെ കാലുറപ്പിച്ച് നോക്കുമ്പോ എത്ര വീഴ്ച വീഴും. പിന്നെ അവിടെ കൂടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് കയറി നോക്കുമ്പോ അപ്പോഴും കുറെ വീഴും. പിന്നെ പതുക്കെ ഇങ്ങനെ 2 കാലടി വെച്ച് ഇങ്ങനെ മുന്നോട്ട് നമ്മളിങ്ങനെ വിളിക്കും, കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ച് വിളിക്കും. അപ്പൊ മുന്നോട്ട് ഇങ്ങനെ വരും, 2ഓ 3ഓ വീഴ്ച പിന്നെയും വീഴും. അങ്ങനെ പിന്നെ ആ നടത്തം കൊണ്ട് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സംസാരം നേരെ ചൊവ്വയാകുന്നതിന്, ശരീരം പുഷ്ടിപ്പെടുന്നതിന് എല്ലാ ഘട്ടങ്ങളിലും ലാസ്റ്റ് ഘട്ടം വരെ ഉണ്ടത്. മനുഷ്യൻ അല്ലാഹു തആല അവന്റെ കൂടപ്പിറപ്പായിട്ട് ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ നൽകിയിട്ടുണ്ട്. ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ ആളുകൾ പറയും. അതൊരു സമാധാനമാക്കണം. അപ്പോഴും ഉണ്ടാകും. അതിപ്പോ എല്ലാവർക്കും ഉള്ളതല്ലേ, പറയാൻ മാത്രമല്ലല്ലോ എന്നുള്ള നിലക്ക് സഹിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. പൂർണ്ണ സുഖം നമ്മുടെ സൃഷ്ടിപ്പിൽ അല്ലാഹു തആല സംവിധാനിച്ചിട്ടില്ല എന്നർത്ഥം. ദുനിയാവിന്റെ ലോകല്ലേ എങ്ങനെ ഉണ്ടാവുള്ളൂ. അത് സത്യം ചെയ്ത് പറയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം മുന്നോട്ട് വെച്ചത് മനുഷ്യന്റെ ഒരു വിഷയം പറയാൻ മനുഷ്യനുമായി വലിയ ബന്ധമുള്ള ഒരു നാടാണ് വിശുദ്ധമായ മക്കത്തുൽ മുക്കറമ. എന്തൊരു ബഹുമാനാണ് മക്കക്ക്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറയുന്നു. ഖുർആൻ പണ്ഡിതന്മാരിൽ ചിലർ ഈ നാട് മദീനയാണ് എന്ന് രേഖപ്പെടുത്തിയവർ കാണാം. കാരണം തൊട്ടിപ്പുറത്ത് ബിഹാദൽ ബലദ്, തങ്ങൾ ഇറങ്ങി താമസിക്കുന്ന നാടല്ലേ നബിയെ ഇത് എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ പറഞ്ഞു, 53 വർഷക്കാലം മക്കയിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും
പിന്നീടുള്ള ജീവിതം ഖിയാമത്ത് നാൾ വരെ തങ്ങൾ താമസിക്കുന്നത് മദീനയിലാണല്ലോ. അതുകൊണ്ട് മദീനയാകാം ഈ നാട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്മഅൽ മുഫസ്സിറൂന അലാ അന്ന ദാലികൽ ബലദ ഹിയ മക്ക. ആ നാട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മക്കത്തുൽ മുക്കറമയാണ്. മക്കയും മനുഷ്യനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്, ചെറിയ ബന്ധമല്ല. മക്കയിലെ വലിയ ബന്ധം മനുഷ്യരുമായി ആത്മീയ ബന്ധമാണ്. അല്ലാഹു തആല മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി സംവിധാനിച്ചതാണ് സഹോദരങ്ങളെ കഅബത്തുൽ മുശറഫ. നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു തആല വെച്ചത് രണ്ടെണ്ണമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നതിന് രണ്ട് സംഗതികൾ, ഒന്ന് ആത്മീയമായും മറ്റൊന്ന് ഭൗതികമായും. ആത്മീയമായ നിലനിൽപ്പിന്റെ വലിയ ആധാരമാണ് പരിശുദ്ധമായ കഅബ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു തആല കഅബയെ സംവിധാനിച്ചു. ആദ്യമായി വിശുദ്ധമായ കഅബക്ക് ശിലപാകിയത് മലക്കുകളാണ്. മലക്കുകൾ ആദ്യം അതിന് ശിലപാകി. പിന്നീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി 10 ആളുകൾ വിശുദ്ധമായ കഅബയുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ ഭാഗവാക്കായിട്ടുണ്ട്. ഇപ്പോൾ നാം കാണുന്ന മക്കയിലുള്ള കഅബ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലത്ത് പരിഷ്കരണം നടത്തിയ കഅബയാണ്. പിന്നെ അതിനുശേഷം ആരും പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച ആ കഅബയല്ല ഇപ്പോൾ ഉള്ളത്, ആണോ? അല്ല, അതിന്റെ രൂപവും മറ്റൊക്കെ മാറ്റുണ്ട്. പരിശുദ്ധമായ കഅബയെ അല്ലാഹു തആല ജഅലല്ലാഹുൽ കഅബത, അല്ലാഹു തആല കഅബയെ സൃഷ്ടിച്ച് സംവിധാനിച്ചു ഖിയാമൽ ലിന്നാസ്, ജനങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടി. അപ്പോ മനുഷ്യന്മാരുടെ മൊത്തത്തിൽ, മുസ്ലിങ്ങളുടെ എന്നല്ല പറഞ്ഞത്, ഖിയാമൽ ലിന്നാസ്, എല്ലാ മനുഷ്യർക്കുമുള്ള നിലനിൽപ്പിന്റെ ആധാരമാണ് പരിശുദ്ധമായ കഅബത്തുൽ മുശറഫ. അതുകൊണ്ടാണല്ലോ കഅബയോട് വലിയ ബഹുമാനമായിരുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത മക്കയിൽ താമസിക്കുന്ന ആളുകൾക്കും കഅബയോട് വലിയ ബഹുമാനമായിരുന്നു. കഅബക്ക് മുന്നിൽ വെച്ചിട്ട് ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ അവർ കുറച്ചൊക്കെ ഒന്ന് ഭയപ്പെട്ടിരുന്നു. കാരണം അത് ഒരു സാധാരണ ഒരു ഭവനം അല്ല. കഅബക്കുള്ള മഹത്വം പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. ആ ആയത്ത് വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം. ഞാൻ പറഞ്ഞപ്പോ കൂട്ടത്തിനൊന്ന് ഓതിയേ ഉള്ളൂ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഗേഹം പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയാണ്. ലല്ലദീ ബിബക്ക, മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക. ബക്കയിലുള്ള ഒരു ഗേഹം. ബക്ക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തകർക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ കഅബനെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ തകർച്ച കൊടുക്കുന്നു. അങ്ങനെ കഅബയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഇനി ആളുകൾ വരും, അവർക്കൊക്കെ വലിയ തകർച്ചയാണ്. കഅബ പൊളിക്കുന്ന ആളുകളുണ്ട്, അവർക്കും തകർച്ചയാണ്. നേരത്തെ കഅബ പൊളിച്ചു മാറ്റാൻ വേണ്ടി വന്നില്ലേ ഒരു കൂട്ടര്, അവർക്കും തകർച്ച തന്നെയല്ലേ ഉണ്ടായത്. എത്ര വലിയ സ്വാധീനമുള്ള രാജാവാ, എത്ര വലിയ കഴിവുണ്ടായിരുന്നു അബ്രഹത്തിനും കൂട്ടർക്കും. കഅബ പൊളിക്കണം എന്ന് ഉദ്ദേശിച്ച് തുബ്ബ രാജാവ് വന്നിരുന്നു അബ്രഹത്തിന്റെയും മുമ്പ്. പക്ഷെ തുബ്ബ രാജാവ് മക്കത്തെത്തിയപ്പോ മക്കയിലുള്ള പണ്ഡിതന്മാരെയാണ് ആദ്യം തുബ്ബ രാജാവ് വിളിച്ചത്. ചില ഗോത്രക്കാർ തുബ്ബ രാജാവിനോട് പറഞ്ഞു, ആ കഅബ പൊളിച്ചാൽ ഒരുപാട് രത്നവും സ്വർണവും വെള്ളിയൊക്കെ കിട്ടും, നിങ്ങൾ രാജാവല്ലേ, സൈന്യങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് നടക്കും. ഇപ്പൊ രാജാവിന് തോന്നി, അങ്ങനെ ഗോത്രക്കാർ പറഞ്ഞെങ്കിലും മക്കയിലുള്ള പണ്ഡിതന്മാരോട് അന്വേഷിക്കാതെ നമ്മളതിൽ കൈകടത്തുന്നത് ശരിയല്ലല്ലോ. പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങളെ തകർക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങളെ അവസാനത്തെ പോക്കായിരിക്കും, പിന്നെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പുണ്ടാകൂല. ആ കഅബ അതങ്ങനെ സ്ഥാപിച്ചത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അള്ളാഹു ആദ്യം ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിച്ചൊരു ഗേഹം അത് കഅബയാണ്. ആദ്യത്തേത്, അതിന് മുമ്പ് ഒറ്റൊന്നുമില്ല. മനുഷ്യരെ ഭൂമിയിലേക്ക് സംവിധാനിക്കുന്നതിന് മുമ്പ്
കഅബ നിർമ്മിക്കപ്പെട്ടു. രൂപത്തിലും ഭാവത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. ശിലഭാഗി അതൊക്കെ റെഡി തന്നെ. ആ പഴയ അതിൻ്റെ തറ, പഴയ തറ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ളതിനേക്കാളും കുറച്ചുകൂടി വലുപ്പം കൂടിയത്. അതുകൊണ്ട് നിങ്ങൾ അതിനൊരുങ്ങണ്ട, നിങ്ങൾക്ക് നാശം സംവിധാനിക്കും. ആ കഅബയെ നിങ്ങൾ ബഹുമാനിച്ചോളൂ, എന്നാൽ നിങ്ങളെ ഭരണത്തിനും നിങ്ങളെ നാട്ടുകാർക്കും നിങ്ങളെ സൈന്യത്തിനൊക്കെ വലിയ ഉയർച്ച കിട്ടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞപ്പോ തുബ്ബ രാജാവ് കഅബക്ക് കിസ്വ ധരിപ്പിച്ചു. ഇപ്പോഴുള്ള കിസ്വല്ലേ, ഖില്ലാന്ന് നമ്മൾ പറയില്ലേ, അത് ആദ്യം ധരിപ്പിച്ചത് കഅബയെ ബഹുമാനിച്ചുകൊണ്ട് തുബ്ബ രാജാവാണ്. തുബ്ബ രാജാവ് അവിടെയുള്ള ഖാദിമീങ്ങൾക്കൊക്കെ കയ്യിലുള്ള ദിർഹമും ദീനാറും സംഭാവന കൊടുത്തു. അപ്പൊ ഒരു ചെറിയ കിസ്വ ധരിച്ചപ്പോ പലരും പറഞ്ഞു, രാജാവ് ധരിപ്പിക്കുന്ന കിസ്വയാകുമ്പോ ഇത് പോരാ, കുറച്ചുകൂടി മെച്ചമുള്ളതാകണം. അപ്പൊ രാജാവ് പറഞ്ഞു, എങ്കിൽ അങ്ങനെ ചെയ്യാം. രാജാവ് അന്വേഷിച്ചു. സ്വർണത്തിന്റെ നൂലുകൊണ്ട്, ഇപ്പോഴും അതിന്റെ എഴുത്തൊക്കെ അങ്ങനല്ലേ, സ്വർണത്തിന്റെ നൂലുണ്ട്. സ്വർണത്തിന്റെ നൂലുകൊണ്ട്, നൂല് കോർത്തുകൊണ്ടുള്ള വിരി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഏറ്റവും മുന്തിയ സ്വർണത്തിന്റെ നൂലും അതുപോലെ തന്നെ ഏറ്റവും മുന്തിയ പട്ടും കഅബക്ക് കില്ലയായി ബഹുമാനത്തോടെ ധരിപ്പിച്ചു. ആ തുബ്ബ രാജാവിന് ആ ഒരു ബഹുമാനൊക്കെ സ്വീകരിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ രാജാവാണ് ആ രാജാവ്. എപ്പോന്നറിയോ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ജനിക്കുന്നതിന്റെ 900 വർഷം മുമ്പ് അപ്പൊ നടന്നൊരു സംഭവമാണ് ഈ പറയുന്നത്. എന്റെ തൊട്ടു മുമ്പ്, മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വന്നത് മക്കയിലേക്കാണ്. മക്കയിലേക്ക് വന്നപ്പോഴാണ് ഗോത്രക്കാരെ ചിലര് പറഞ്ഞത്, നല്ല സ്വാധീനമുള്ള രാജാവല്ലേ, ഒന്ന് പറഞ്ഞു നോക്കിയാലോ, ഒന്ന് പൊളിച്ചാൽ കുറച്ചെങ്കിലും സ്വർണം വെള്ളിയും കിട്ടിയാലോ എന്ന് കരുതിയിട്ട്. പക്ഷേ അദ്ദേഹം ബഹുമാനിച്ചു. ഖാദിമീങ്ങൾക്കൊക്കെ ഒരുപാട് സംഭാവനകൾ കൊടുത്ത് പിന്നെയാണ് മദീനയിലേക്ക് നീങ്ങിയത്. മദീനയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാനും തങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിച്ചു വെക്കാനും തങ്ങള് വരുന്ന കാലത്ത് കൈമാറാൻ ഒരു കത്തൊക്കെ എഴുതിയിട്ട് തുബ്ബ രാജാവ് മദീന വിട്ടുപോകുന്നത് 900 വർഷം മുമ്പാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ രേഖപ്പെടുത്തി. അങ്ങനെ അല്ലാഹു തആല ബഹുമാനിച്ച ഈ ഗേഹത്തെ ബഹുമാനിച്ചത് കൊണ്ട് വലിയ ഭാഗ്യം കിട്ടിയ ആളാണ്. കാരണം അത് ബഹുമാനിക്കേണ്ടതാണ്. അല്ലാഹു തആല മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി ഭൂമിയിൽ സ്ഥാപിച്ചൊരു ഗേഹം വിശുദ്ധമായ കഅബത്തുൽ മുശറഫയാണ്. രണ്ടാമതായി സ്ഥാപിച്ചതാണ് മസ്ജിദുൽ അഖ്സ. രണ്ടിനും ഇടയിൽ 40 കൊല്ലത്തെ ദൈർഘ്യമുണ്ട്. പരിശുദ്ധമായ കഅബത്തുൽ മുശറഫ നിർമ്മിച്ചു. മലക്കുകൾ അതിന് ശിലവാകി. പിന്നീട് ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം നല്ല ഒരു കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, ഇന്നത്തെ രീതിയിലല്ല, ചെറിയ രീതി രൂപഭാവത്തിൽ ആളുകൾക്ക് അതിൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാനും തവാഫ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ. ഹജ്ജ് അന്നുണ്ടല്ലോ അല്ലേ, അത് നബി അലൈഹി സ്വലാം ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയില്ലേ, നടന്നിട്ട്, അങ്ങനെയല്ലേ ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പൊ അന്ന് തന്നെ മനുഷ്യൻ ഭൂമിയിൽ താമസമാക്കുന്ന സമയം മുതൽക്ക് മനുഷ്യന്മാരുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച ഗേഹമാണ് വിശുദ്ധമായ കഅബ. ആ കഅബ അവിടെ സ്ഥാപിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ആ കഅബക്ക് വലിയ ബറക്കത്തുണ്ട്. ബറക്കത്തുള്ള ഗേഹമാണ് കഅബ. വലിയ ബറക്കത്ത് അല്ലാഹു തആല നൽകിയ ഒരു പുണ്യ സ്ഥലമാണ് പരിശുദ്ധമായ കഅബത്തുൽ മുശറഫ. ഇന്നും നോക്ക് നിങ്ങൾ, ആളുകൾ ചെറിയൊരു ബറക്കത്തോടുകൂടെ അല്ലല്ലോ ആ വീടിനെ കാണുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലും 4 ചതുരത്തിലുള്ള ചുമരുള്ള കെട്ടിടങ്ങളില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അല്ലാഹു തആല സംവിധാനിച്ച ആ ഭവനത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ബറക്കത്തുകൾ ചെറുതല്ല, വലിയ ബറക്കത്താണ്. വഹുദൽ ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും മാർഗദർശനവുമാണ് വിശുദ്ധമായ കഅബ. എല്ലാവരും പ്രാർത്ഥിക്കാനും ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ഒക്കെ തിരിയുന്നത് എവിടേക്കാ? കഅബയിലേക്കാണ്. മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസ് സ്ഥാപിക്കപ്പെടുന്നതിന്റെ മുമ്പ്, ബൈത്തുൽ മഖ്ദിസ് നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആളുകൾ തിരിയുന്നത് വിശുദ്ധമായ കഅബയിലേക്കാണ്.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന് താമസിച്ചപ്പോൾ കുറഞ്ഞ കാലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചിരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശം വന്നു പരിശുദ്ധമായ കഅബയിലേക്ക് തന്നെ തിരിയാൻ. ഇപ്പൊ ലോകത്തുള്ള എല്ലാ ആളുകളും വിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് എല്ലാ ഭാഗത്തുള്ളവരും നിസ്കരിക്കുന്നത്. ഹുദല്ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ. ആ കഅബയിൽ വ്യക്തമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, പഠനങ്ങൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. പരിശുദ്ധമായ കഅബയിൽ എന്തെല്ലാം ഉണ്ട്? പ്രധാനപ്പെട്ട ഒന്നാണ് ഹജറുൽ അസ്വദ്. ഒരു വലിയ ദൃഷ്ടാന്തമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട ഒരു കല്ല്. നേരത്തെയുള്ള പേര് ഹജറുൽ അബിയദ് എന്നാണ്. വെളുത്ത കല്ലാണത്. പക്ഷെ പിന്നീട് അത് അസ്വദായി മാറി. ആളുകളുടെ പാപക്കറകൾ വഹിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് അതിന്റെ നിറം മാറി. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ല് എന്ന നിലക്ക് ആ കല്ലിന് എന്തൊരു ബഹുമാനമുണ്ട്. ആ കല്ല് അല്ലാഹു തആല സ്ഥാപിക്കാൻ ഇടം കൊടുത്തത് വിശുദ്ധമായ കഅബയിലല്ലേ. നേരത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പുറം ഭാഗത്ത് തന്നെ കഅബന്റെ ചുമരിൽ പുറത്തേക്ക് തള്ളിക്കൊണ്ടായിരുന്നു ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഭാഗം ഒരു വിദ്വാൻ ചെത്തിയെടുത്ത് മുറിച്ചെടുത്ത് കൊണ്ടുപോയി അയാളെ പുരയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു തരി പോലും കിട്ടിയില്ല. അത് വീണ് പൊടിയായി പോയി. ഒന്നും കിട്ടിയില്ല. ഒരു കല്ലായിട്ട് പോയി രൂപപ്പെടുത്താൻ പറ്റിയ ഒന്നും കിട്ടിയില്ല. ഫുള്ള് പൊട്ടിപ്പോയി, പൊടിഞ്ഞുപോയി. പിന്നെയാണ് സഹോദരങ്ങളെ ഇപ്പോ ആ ഉള്ളിലേക്ക് ഉള്ള ആ ഭാഗം മാത്രമായിട്ടുള്ളത്. പിൽക്കാലത്ത് അങ്ങനെ ഒരു പണി അവിടെ നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, സ്വഹാബത്തിന്റെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്തൊക്കെ ഹജറുൽ അസ്വദ് തൊടാനും മുത്താനും എളുപ്പമാണ്. ഇപ്പൊ അത്ര എളുപ്പമല്ലല്ലോ. ഇപ്പൊ അത് ഉള്ളിലേക്കാണുള്ളത് അല്ലെ. മുത്താൻ തന്നെ വലിയൊരു പ്രയാസമാണ്. പക്ഷെ അത് മുത്തുന്നതും തൊട്ടുമുത്തുന്നതും വലിയ ബറക്കത്തുള്ള വലിയ ഇബാദത്തായ ഒരു സംഗതിയാണ്. ആ ഹജറുൽ അസ്വദിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് എല്ലാ ആളുകളും തവാഫ് ആരംഭിക്കുന്നു. വലിയ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഹജറുൽ അസ്വദിന്റെ ആ ഒരു റുക്കിന്, ആ ഒരു മൂല. അതിന്റെ നേരെ ഇപ്പുറത്ത് കഅബയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടക്കൊരു സ്ഥലമുണ്ടല്ലോ. ആ സ്ഥലത്തിന്റെ പേര് തന്നെ മുൽത്തസം എന്നാണ്. ദുആഇന് ഉത്തരമുള്ള വിശുദ്ധമായ കഅബയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. മുൽത്തസം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ജനങ്ങൾ പറ്റിപ്പിടിച്ചു കൂടുന്ന സ്ഥലം എന്നാണ്. ആളുകൾ ഇങ്ങോട്ട് വേറിട്ട് കിട്ടൂല. ആളുകൾ അവിടെ അങ്ങനെ കൂടുന്നത് കാണാം. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് ആ പേരെന്നെ വന്നത് മുൽത്തസം എന്ന്. എപ്പോഴും ദുആഇന് വേണ്ടി തവാഫ് അങ്ങോട്ട് 7 റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറെ ആളുകൾ അവിടെ പറ്റിപ്പിടിച്ചു കൂടുന്നത് കാണാം. ഉത്തരം കിട്ടിയിട്ടേ പോകൂ എന്നുള്ള നിശ്ചയത്തിലൊക്കെയാണ് കുറെ ആളുകൾ നിൽക്കുന്നത്. നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടെ ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധമായ കഅബയുടെ വാതിൽ. ആ വാതിലിലേക്ക് നേരെ വാതിലിന്റെ മുൻഭാഗത്തുള്ള സ്ഥലം, അതിനും വലിയ പുണ്യമുള്ള സ്ഥലമാണ്. ഇതൊക്കെ ആയാത്തും ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ്. മറ്റൊന്നാണ് സഹോദരങ്ങളെ ഹിജ്ർ ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഹിജ്ർ. കഅബന്റെ നേരെ പുറത്ത് ഒരു പൂമുഖത്തിന്റെ ആകൃതിയിൽ ഇങ്ങനെ വളച്ചു കെട്ടിയ ഒരു സ്ഥലം കാണാം അല്ലേ. അത് പഴയ കാലത്ത് മുശ്രിക്കുകൾ കഅബ പുനരുദ്ധാരണം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മക്കയിലുണ്ട്. മക്കയിലുള്ള കാലത്ത് കഅബ പുനരുദ്ധാരണം നടത്തുകയാണ്. പക്ഷെ അവർ നിബന്ധന വെച്ചു, കഅബ നിർമ്മിക്കാൻ തീർത്തും ഹലാലായ സ്വത്ത് മാത്രമേ കൊണ്ടുവരാവൂ. ഹലാലല്ലാത്ത ഒരൊറ്റ ദിർഹമും ആരും കൊണ്ടുവരാൻ പാടില്ല. ഇന്നിപ്പോ അങ്ങനത്തെ ഷർത്തൊക്കെ ഉണ്ടോ എന്നുള്ള അല്ലാഹു ആലം. എന്താ അവർക്ക് ആ ജാഹിലിയ്യ കാലത്ത് പോലും അവരെ ഉള്ളിലുള്ള ആ ഒരു ബഹുമാനം. നമ്മൾ പുനരുദ്ധാരണം നടത്തുന്നത്, തറയിൽ നിന്ന് കെട്ടിപ്പൊക്കുന്നത് കഅബയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച അതേ കഅബയാകണമെങ്കിൽ ഈ ഹിജ്ർ ഇസ്മായിലും കൂടി ഉള്ളിലേക്ക് എത്തണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഅബ. ഹിജ്ർ ഇസ്മായിൽ എന്നൊരു സംവിധാനം വന്നത് ഖുറൈശികളുടെ കാലത്താണ്.
മുശ്രിക്കുകൾ കഅബ ഖുറൈശികൾ പുതുക്കിപ്പണിയുന്ന സമയത്ത് അവർ നിബന്ധന വെച്ചു, ഹലാല് ആയ സമ്പത്ത് മാത്രമേ കൊണ്ടുവരാവൂ. ഹലാലല്ലാത്തത് ഏതാ? ഹലാലല്ലാത്തതുണ്ട്. വേശ്യ സ്ത്രീകൾക്ക് വാങ്ങുന്ന പണം വേശ്യകൾ അധികരിച്ച കാലമാണെന്ന് അവരിൽ നിന്ന് കിട്ടുന്ന ലാഭമുണ്ട് പലർക്കും. അടിമകളെയും മറ്റുമൊക്കെ വേശ്യകളായി ഉപയോഗിച്ച് പണം വാങ്ങുന്ന ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരെ വിവാഹം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലും കിട്ടുന്ന മഹർ വിവാഹ മൂല്യമുണ്ടായിരുന്നു. അതൊന്നും കൊണ്ടുവരരുത്. ജ്യോത്സ്യന്മാർക്ക് കൊടുത്തിട്ടും ജ്യോത്സ്യന്മാരിൽ നിന്ന് കിട്ടിയിട്ടും ഒരുപാട് പണം അങ്ങനെയും സൂക്ഷിക്കുന്നവരുണ്ടായിരുന്നു. അതും കൊണ്ടുവരരുത്. വേറെയും പല രൂപത്തിൽ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹലാല് മാത്രം കൊണ്ടുവരണം. പണം തികയാതെ വന്നപ്പോ ചുമരിന്റെ വലുപ്പം കുറച്ച് കഅബയുടെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണെന്നറിയാൻ ഒരു ചെറിയ ചുറ്റുമതില്, ഒരു പൂമുഖം പോലെ, നമ്മുടെ വീടിന്റെ ഒരു പൂമുഖം പോലെ, ഒരു വരാന്ത പോലെ ഒരു ചെറിയ മതിലവിടെ നിർമ്മിച്ചു. സത്യത്തിൽ അത് വലിയൊരു നിഅമത്താണ് അല്ലാഹു ചെയ്തത്. അവർക്ക് ആ ഒരു ബോധമുണ്ടായത്. റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലേ നിയന്ത്രിക്കുന്നത്. എന്തിനാണെന്നറിയോ സഹോദരങ്ങളെ? കഅബയുടെ ഉള്ളിൽപ്പെട്ട സ്ഥലം ദുആഇന് ഉത്തരമുണ്ട് എന്ന് തർക്കമില്ലാത്ത സ്ഥലമാണ്. കഅബന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലം എല്ലാവരും പെട്ടെന്ന് പോയങ്ങ് കയറിയേക്കരുത് എന്ന് കരുതിയിട്ടാണ് കഅബയുടെ വാതിൽ അവര് മേലോട്ട് പൊക്കി വെച്ചത്. എവിടെങ്കിലും വീടിന് അങ്ങനെ വാതിൽ കണ്ടുണ്ടോ? ഉണ്ടോ? ഒരു സ്റ്റെപ്പായിട്ടുള്ള ഒരു കോണി വെക്കണ്ടേ ആ വാതിലേക്ക് എത്തണമെങ്കിൽ? നമ്മളിപ്പോ ഈ മദ്രസയിലേക്കോ കിടക്കണമെങ്കിൽ ഒരു കോണി വേണോ? ഒരു പൂട്ട് തുറന്നിട്ട് നേരെ അങ്ങോട്ട് കിടക്കാലോ. അങ്ങനെയല്ലേ സാധാരണ വാതിലുണ്ടാകല്? കടക്കാൻ പറ്റുന്ന പ്രകൃതിയിലല്ലേ. പഴയ കാലത്ത് അങ്ങനെയൊന്നും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കഅബയിൽ നിന്ന് ഈ കഅബക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഒന്ന് വലുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ ആയിഷ ബീവിയോട്, ആയിഷ നിന്റെ ഈ ഖൗമ് അവര് പലരും അടുത്ത് ഇസ്ലാമിലേക്ക് വന്നവരാണ്. അല്ലെങ്കിൽ ലബനൈതുൽ കഅബത അലാ ഖവാഇദ് ഇബ്രാഹിം ലൗലാ ഖൗമുകി ഹദീസു അഹദിൻ ബിജാഹിലിയ്യ. നിങ്ങളെ ഈ സമൂഹം ജാഹിലിയത്തിനോട് കാലമടുത്തവരല്ലെങ്കിൽ, നേരത്തെ ഇതൊക്കെ അറിയുന്ന ആളുകളായിരുന്നെങ്കിൽ ഞാൻ ആ കഅബ ഒന്നുകൂടി പൊളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വലുപ്പത്തിൽ ഉണ്ടാക്കുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൽകിയത് 2 വാതിലായിരുന്നു. എത്ര എണ്ണുള്ളത്? 1. അതൊന്നിൽ ചുരുക്കിയത് ഖുറൈശികളാ. എന്താണ് യഥേഷ്ടം എല്ലാവരും കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങണ്ടാവും. പ്രത്യേകം പെർമിഷനുള്ള ആൾക്കാർ മാത്രം കയറിയാൽ മതിയെന്ന്. അതിനാണ് 1 മറ്റേത് 2 ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്തൂടെ കയറാനും വേറെ ഭാഗത്തൂടെ ഇറങ്ങാനും അല്ലേ ഉണ്ടാകുക. അപ്പൊ രണ്ടും ഏകദേശം ചില സമയങ്ങളിലൊക്കെ തുറക്കേണ്ടി വരും. ഇതൊന്ന് മാത്രമാകുമ്പോൾ തുറക്കാനും അടക്കാനൊക്കെ സൂക്ഷിക്കാൻ നല്ല സുഖമാണല്ലോ. അതുകൊണ്ട് അനുവദിക്കപ്പെടുന്ന ആളുകൾ മാത്രം കയറിയാൽ മതി. 1 ചുരുക്കി. ആ വാതിലും തന്നെ നേരെ മുകളിലേക്ക് പൊക്കി വെച്ചു. എല്ലാവരും അങ്ങോട്ട് പോയി കയറണ്ടെന്ന് കരുതിയിട്ട്. മറ്റേ അടിയിലാണെങ്കിൽ ഉന്തും തള്ളും തിരക്കും ദുആക്ക് ഉണ്ടാകുമ്പോൾ വാതിലിന് കുറെ ഇളക്കം സംഭവിച്ചതിന് വാതിലിനെ തുറന്നു പോകും അല്ലേ? അങ്ങനെ ആകരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കപ്പെടുന്ന ആളുകൾക്ക് മാത്രം കയറാൻ പറ്റുന്ന രൂപത്തിൽ ഉയർത്തി വെച്ചു. വലുപ്പവും കുറച്ചു. വലുപ്പം കുറക്കാനുള്ള കാരണം മറ്റേതാണ്, ഹലാലായ സംഖ്യ തികയാത്തതുകൊണ്ടാണ്. ഏതായിരുന്നാലും അതൊരു സുഖമായി കിട്ടി. അങ്ങനെ ഒരു സ്ഥലം വന്നതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മറ്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരും ഒക്കെ ഹജ്ജിന് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ എനിക്ക് കഅബന്റെ ഉള്ളിലൊന്ന് കയറണം, ഒരാഗ്രഹമാണ്. ഉള്ളിൽ കയറിയിട്ടൊന്ന് നിസ്കരിച്ചുകൊണ്ട് ഒന്ന് ദ്വാരക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ ഹിജ്ർ ഇസ്മായിൽ പോയി നിസ്കരിച്ചോളി. അതും കഅബയിൽ പെട്ടതാണ്. കഅബയിൽ പെട്ട സ്ഥലമാണ്. തവാഫ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഉന്തിലും തിക്കിലും തിരക്കിലും തള്ളലൊക്കെ പെട്ട് കൈയും മുഖവും ഒന്നും അങ്ങോട്ട് ചെരിഞ്ഞു പോകാൻ പാടില്ല. അത് അങ്ങോട്ട് നമ്മളെ കൈ വീശിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ കഅബന്റെ ഉള്ളിലായി. അപ്പൊ ആ തവാഫ് ശരിയാകൂല. കഅബന്റെ പുറത്താണല്ലോ തവാഫ് വേണ്ടത്. പക്ഷെ തവാഫൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയിട്ട് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. അവിടെ ആളുകൾ അങ്ങനെ തിക്കും തിരക്കും കൂടുന്നൊരു സ്ഥലമല്ലേ. കുറച്ചൊക്കെ ഒന്ന് താമസം ചെയ്തിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്ന് ദ്വാരക്കാൻ നേരം കിട്ടിയാൽ എവിടെയാണ് ഇപ്പൊ ആ ദ്വാ? കഅബന്റെ ഉള്ളിലാണ്. അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ എല്ലാവർക്കും കയറാൻ പറ്റൂല. പറ്റുമോ?
മറ്റേത് പ്രമുഖന്മാരായ ആളുകൾക്ക് മാത്രമല്ലേ വർഷത്തിൽ 2 തവണ തുറക്കുമ്പോൾ അവർ നമ്പറിട്ട് കൊടുത്ത ആളുകൾ, അല്ലാത്തവർ വരുമെന്നുള്ള കാവൽപടന്മാർ നോക്കി നിൽക്കുകയാണ്. അവർ നിർദ്ദേശിച്ച ആളുകളെ മാത്രം അങ്ങോട്ട് കയറ്റിയിട്ട് ഉള്ളിൽ കയറി അതൊന്ന് കഴുകി ഒന്ന് നിസ്കരിക്കേണ്ടവർ നിസ്കരിച്ചൊന്ന് പ്രാർത്ഥിച്ച് കുറച്ച് സമയമാകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങും, പിന്നെ അത് പൂട്ടും ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനല്ലല്ലോ. ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തവാഫ് കഴിഞ്ഞാൽ എല്ലാവർക്കും പതുക്കെ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വരും. ആളുകളൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ പതുക്കെ പോകുമ്പോഴേ കയറാൻ പറ്റുള്ളൂ. ദ്വാരക്കാൻ പറ്റിയ സമയമാണ്, ദുആഇന് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. ആ കഅബയിൽ തന്നെ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ച ഈ ഭവനത്തിന്റെ പരിസരത്ത് വലിയൊരു ദൃഷ്ടാന്തമാണ് മാഉ സംസം, സംസം കിണർ. എത്രമാത്രം വലിയ അത്ഭുതമായ ജലമാണ് സംസം കിണർ. വലിയ ശിഫാ ഉള്ള ഒരു ജലം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടെ താമസിച്ച കുട്ടിക്കാലത്ത് കാലിട്ടടിച്ച സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറക് കൊണ്ട് കുറച്ചൊന്ന് ആയത്തിലേക്ക് കുഴിച്ചിട്ട് പൊട്ടിയൊലിച്ച നീരുറവ, കോടിക്കണക്കിന് ആളുകൾക്ക് കുടിക്കാൻ മാത്രം മതിയാകുന്ന രീതിയിൽ അല്ലാഹു തആല സംവിധാനിച്ച ഒരു കിണർ. എത്ര വലിയ ബഹുമാനമാണ്! ദൃഷ്ടാന്തമല്ലേ സഹോദരങ്ങളെ? പഠിക്കാൻ എത്രയുണ്ട് ആ സംസമിനെ പറ്റി തന്നെ. ഇതൊക്കെ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ. ആ ഭവനത്തിൽ ഒരുപാട് സുവ്യക്തമായ തെളിവുകളുണ്ട്, പഠനങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഒന്ന് എടുത്തു പറഞ്ഞു, മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം. ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവന ഇട്ട് കൊടുക്കണം. സംഭാവന കുറയാൻ പാടില്ല. നമ്മളെ പരിപാടി നല്ല പരിപാടി ആയതുകൊണ്ട് സംഭാവന കുറക്കാൻ പാടില്ല, നല്ല സംഭാവന കൊടുക്കണം. ചില്ലറുണ്ടായിട്ട് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. നല്ല നോട്ടന് ഇട്ട് കൊടുത്തോളി. നമ്മൾ ഖുർആന്റെ തഫ്സീറല്ലേ വായിക്കുന്നത്. അള്ളാഹു നല്ല ബർക്കത്തേറ്റി പെരുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, വിശുദ്ധമായ കഅബത്തുൽ മുശറഫയെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ ബഹുമാനം പറഞ്ഞപ്പോ ഒരുപാട് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന ഒരു വസ്തു, ഒരു സ്ഥലം, ഒരു കല്ല്, അതിന് വലിയ ബഹുമാനമുണ്ട്. ചെറിയ ബഹുമാനമൊന്നുമല്ല. ആ ബഹുമാനം അല്ലാഹു തആല വലിയൊരു ദൃഷ്ടാന്തമായിട്ട് എണ്ണിയില്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്ന സമയത്ത്, നേരത്തെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജലപ്രളയമുണ്ടായപ്പോ കഅബയുടെ ഭിത്തികളൊക്കെ തകർന്നു പോയിരുന്നു. തറ മാത്രം ബാക്കിയുണ്ട്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്നത്. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൂടിയിട്ട് കഅബ ഇങ്ങനെ പടുത്തുയർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈയെത്തുന്ന ദൂരത്തോളം ചുമരുകളൊക്കെ നിർമ്മിച്ച് മുകളിലേക്ക് എത്താൻ പ്രയാസമായപ്പോൾ ഒരു കല്ല് വെച്ചു. ഒരു കല്ല് വെച്ചാൽ അതിന്റെ പടവ് കഴിഞ്ഞാൽ പിന്നെയും കല്ല് വെക്കേണ്ടി വരുമല്ലോ. അപ്പൊ രണ്ടാമത് ഒരു കല്ല് വെക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലാഹു തആല ഈ ഒരു കല്ലിനെ തന്നെ അങ്ങോട്ട് പൊക്കി കൊടുത്തു. ഒരു കല്ലിനെ, ആ കല്ല് മുകളിലേക്ക് അങ്ങനെ പൊങ്ങി വരുന്നു, പൊന്തി നിൽക്കുന്നു ഓട്ടോമാറ്റിക്കായിട്ട്. അന്നത്തെ ലിഫ്റ്റ് എന്ന് പറയാം അതിനെപ്പറ്റി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം ശരിക്ക് പതിഞ്ഞ, കാൽപാദം ശരിക്ക് പതിഞ്ഞ അടയാളമുള്ളൊരു കല്ലാണ്. മഖാം ഇബ്രാഹിം നോക്കിയിട്ടില്ലേ? നോക്കിയില്ലെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചു നോക്കണം. പിന്നെ എന്തിനാ ഇപ്പൊ കഅബയിലൊക്കെ പോകുന്നത്? ഉംറക്കൊക്കെ പോകുന്ന ആൾ ഇതൊക്കെ കണ്ട് പഠിച്ചു വരണം. എല്ലാ തവാഫ് കഴിഞ്ഞു പേങ്ങിപ്പോയി റൂമിൽ പോയി 2 മണിക്കൂറെങ്കിൽ 4 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് പിന്നെ അങ്ങോട്ട് പോകണം. ഇവിടെ തന്നെ അല്ലേ എസി റൂമൊക്കെ. അതിനായിട്ട് ഇപ്പൊ അങ്ങോട്ട് മെനക്കെട്ട് പോകണം. അവിടെ പഠിക്കാനുള്ളതും ബർക്കത്തെടുക്കാനുള്ളതും ഒക്കെ ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നിർവഹിക്കണം. അതിനാ പോകുന്നത്. ചില ആളുകൾ ഇവിടത്തേക്കാളും റെസ്റ്റ് അവിടെ പോയിട്ട് എടുക്കുന്നത്. റെസ്റ്റ് എടുക്കാനല്ല, ദുആഇന് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുക, ദ്വാരക്കുക. മഖാം ഇബ്രാഹിം എന്താണെന്ന് ശരിക്കും നോക്കി കണ്ടു പഠിക്കണം. കുറെ നേരം നോക്കി ആ ചില്ലിന്റെ, ആ കൂടിന്റെ ഉള്ളിലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ലിലേക്ക്. കാല് ശരിക്ക് പതിഞ്ഞിട്ടുണ്ട്, അടയാളം ശരിക്കുണ്ട്, ചെറിയൊരു അടയാളമൊന്നുമല്ല. കാലിന്റെ പിൻഭാഗത്തിന്റെ അവിടെയുള്ള കുഴി ശരിക്കും ആ കല്ലിൽ അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് ഞെരിയാണിയുടെ ഭാഗം വരെ താഴ്ന്നു പോയിട്ടുണ്ട് എന്നാണ് ആ കല്ലില്.
അത്രക്ക് അടയാളുണ്ട്. കാലിന്റെ അടിഭാഗം അതിന്റെ പള്ളഭാഗമൊക്കെ ശരിക്ക് കാണുന്നുണ്ട്. ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ തോന്നല്ല, അനുമാനിക്കല്ല, കൃത്യമായിട്ടും ആ കല്ലിലുണ്ട്. ഏതാണ് ആ കല്ല്? കഅബ നിർമ്മിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചപ്പോ മുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കല്ലിനങ്ങനെ പൊക്കിക്കൊടുത്തു. താഴോട്ടിറങ്ങാൻ താഴ്ത്തിക്കൊടുത്തു, മേലോട്ട് പോകാൻ പൊക്കിക്കൊടുത്തു, താഴോട്ടിറങ്ങാൻ താഴ്ത്തിക്കൊടുത്തു. ഒരൊറ്റ കല്ലല്ലേ. ആ കല്ല് കഅബയോട് ചേർന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് തവാഫ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ വെച്ച് നിസ്കരിക്കുന്ന ആളുകൾ ഒരു ബുദ്ധിമുട്ടാകുമോ എന്ന് കണ്ടപ്പോ ആ കല്ല് കഅബന്റെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റി ഇപ്പോഴുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചു. എന്നാ പിന്നെ തവാഫ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് സൗകര്യമായി, തവാഫ് ചെയ്യുന്നവർക്ക് തവാഫ് ചെയ്യാനും പറ്റുമല്ലോ. അതിന് കുറച്ചിങ്ങോട്ട് നീക്കി. പഴയ കാലത്ത് അങ്ങനല്ല, കഅബനോട് ചേർന്നിട്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ കുറച്ചു നേരം ഞങ്ങൾ നിന്നിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കട്ടെ, പ്രാർത്ഥന നിർവഹിക്കട്ടെ. പഴയകാല ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു കല്ലാണത്. സാഹസികമായി ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വേറെ ആരാ ഉള്ളത് നിങ്ങൾ നോക്കൂ, രണ്ടാളാണ് ആ വിശുദ്ധമായ കഅബ പടുത്തുയർത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നിർമ്മാണം ചെറിയ രൂപത്തിലല്ല. ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ആ ഒരു ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കുന്ന കഅബന്റെ ഒരു ഇഖ്ലാസ്. ഓരോ പടവും ഒരു വരി ഇങ്ങനെ പൂർത്തിയായാൽ അപ്പ ചൊല്ലും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഒക്കെ കഴിഞ്ഞിട്ടല്ല, ഒരു വരി ഇങ്ങനെ കഴിഞ്ഞാൽ അടുത്ത വരി കഴിഞ്ഞാൽ പിന്നെയും ദുആ. മുകളിൽ മുഴുവനായി പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ നീണ്ട ദുആ വരുന്നത്. ആ ദുആയിലാണ് നമ്മുടെ നബിയുടെ ആഗമനത്തിന് വേണ്ടി, നിയോഗത്തിന് വേണ്ടിയൊക്കെ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മാണം കഴിഞ്ഞ് വരുന്ന ദുആന്റെ കൂട്ടത്തിൽ ഒരു ദുആയാണത്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. മക്കക്കാരിൽ ഒരു റസൂലിനെ നീ അയക്കണേ അല്ലാഹ്, ഒരു റസൂലിനെ നിയോഗിക്കണം. നിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത് ശരിയായ ജ്ഞാനം പഠിപ്പിച്ച് മനസ്സും സ്വഭാവവും സംസ്കരിക്കുന്ന, സംശുദ്ധമാക്കുന്ന ഒരു റസൂലിനെ മക്കക്കാരിൽ നീ നിയോഗിക്കണേ. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ഉപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമാണ്. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചു കഴിഞ്ഞപ്പോ ഒരുപാട് സംഗതികൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആദ്യത്തെ ദുആ എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇപ്പോഴും കണ്ടില്ല നിങ്ങൾ ആ ദുആ? എല്ലാ പ്രാർത്ഥനയുടെയും അവസാനത്തെ ദുആ എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്. അങ്ങനെയാണ് സുന്നത്ത്. ഇപ്പൊ കുറെ പ്രാർത്ഥനയൊക്കെ മോഡൽ മാറിയിരിക്കണല്ലേ. സുന്നത്തൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലേലം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും വേണ്ടട്ടാ, അതൊക്കെ അതിന്റെ ശരീരത്തിൽ തന്നെ മതി. കെട്ടിക്കൂട്ടിയ ദുആക്ക് നിങ്ങൾ തരുന്നു, ഇത് വേറെ. പക്ഷെ ദുആന്റെ അവസാനം ആമീൻ എന്ന് ചൊല്ലലും ബിറഹ്മതിക്കന്റെ മുമ്പ് എന്ത് ചൊല്ലണം? ആമീൻ. അത് ആവർത്തിച്ചു ചൊല്ലുന്നത് ദുആന് ഉത്തരം കിട്ടുന്ന ഒരു സംഗതിയാണ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആമീൻ കൊണ്ട് അവസാനിപ്പിക്കണം എന്നിടത്ത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിടത്ത് ഇആനത്തു ത്വാലിബീനിൽ വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പഠിപ്പിച്ചു, അതിന്റെ തൊട്ടു മുമ്പ് അവസാനത്തെ ദുആ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അങ്ങനല്ലേ ദുആ കേൾക്കുക നമ്മൾ അല്ലേ? എത്ര ദുആ ഇരുന്നാലും അവസാനത്തെ ദുആ എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ. അങ്ങനെ തന്നെ ദുആ ഇറക്കേണ്ടത്. അതൊരു സുന്നത്താണ്. ഇപ്പൊ അതിനൊക്കെ മാറിയിട്ട് ചില അവസാനങ്ങൾ വേറെ ആകുന്നുണ്ട്. അങ്ങനെ വേണ്ട, വേറെയുള്ളൊക്കെ ദുആർന്നോളി, അവസാനം ദുആ. അതും കഴിഞ്ഞിട്ട് ആമീൻ പറഞ്ഞിട്ടൊരു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അങ്ങനെയാണ് ദുആ അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് സുന്നത്ത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു ചര്യയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന റബ്ബനാ തഖബ്ബൽ മിന്നാ. ഈ രണ്ട് ദുആ ഇല്ലാത്ത ദുആ ഉണ്ടാകാറില്ല. എല്ലാ ദുആകളിലും ഉണ്ടാവും അത്. ആ രണ്ട് ദുആകളും ഉണ്ടാകാതിരിക്കില്ല. അതുകൊണ്ടാണ് ആ ദുആ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ
ആ കാൽപാദം പതിഞ്ഞ കല്ലിന്റെ ഇപ്പുറത്ത് നിന്ന് ഞങ്ങൾ ദ്വാരക്കട്ടെ നബിയെ, അതിനെന്തെങ്കിലും തടസ്സങ്ങളോ മറ്റോ ഉണ്ടോന്നാ ചോദ്യം. തങ്ങൾ പറഞ്ഞു ദ്വാരുന്നോളൂ. ഒരു കല്ലിന്റെ അപ്പുറത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെയാണ് ശരിക്കും നമ്മളെ ആദർശം വിശ്വാസമൊക്കെ ഓർക്കണ്ടേ. ചിലപ്പോൾ ചില മഹാന്മാരെ മക്ബറിന്റെ അപ്പുറത്ത് ദ്വാരക്കുമ്പോ ആ മക്കാം ഇബ്രാഹിം, അവിടെ ഒരു മക്കാം, മക്ബറക്കല്ലല്ലോ മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞത്, മക്ബറല്ല, ഒരു കല്ല് സൂക്ഷിച്ച സ്ഥലം അതല്ലേ, അതിന്റെ അപ്പുറത്ത് ദ്വാരക്ക് എന്താ അതിൽ കാര്യമായിട്ടുള്ളത്? ആരാത് ചോദിക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തെങ്കിലും ആ ദുആയിൽ കേടോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ദ്വാരക്കണം എന്നറിയോ? ദ്വാരുന്നോളൂ, സമ്മതം കൊടുക്കോ? നിങ്ങൾ ദ്വാരുന്നോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ എവിടെങ്കിലും ഇപ്പോ ഒരു ഹിജർ ഇസ്മായിലിന്റെ അടുത്തോ അല്ലെങ്കിൽ ഹജറുൽ അസ്വദിന്റെ അടുത്തോ മക്കാം ഇബ്രാഹിമിന്റെ അടുത്തോ ദ്വാരക്കുമ്പോഴേക്ക് പൊളിഞ്ഞു വീഴുന്ന തൗഹീദ് ആകരുത് നമ്മളെ തൗഹീദ്. നമ്മളെ തൗഹീദ് നല്ല അടിയുറച്ച തൗഹീദാകണം. ചില ആൾക്കാർ തൗഹീദ് അങ്ങനെയാണ്, നൂതുമ്പോഴേക്ക് അത് മാറിപ്പോവും. എവിടെങ്കിലും ഒന്ന് പോയി നിൽക്കുമ്പോഴേക്ക് തൗഹീദ് ഒലിച്ചു പോകും. അങ്ങനെ ഒലിച്ചു പോകുന്ന തൗഹീദല്ല. മഹാന്മാരെ മസാറിന്റെ അടുത്ത് എന്തിനാ ദ്വാരക്കുന്നത്? കൂടുതൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ മഹാന്മാരുടെ മസാറുകൾ, അല്ലേ? മഹാന്മാരുടെ മക്ബറകൾ കൂടുതൽ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ മക്കാമുകൾ അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞത്, ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം. മഹാന്മാര് മറവട്ട് കിടക്കുന്ന സ്ഥലങ്ങളെ തന്നെയാണ് സത്യം. ആ ആയത്തിന്റെ ഒരു തഫ്സീർ അങ്ങനെയാണ്. മവാഖിൻ നുജൂം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റഹ്മത്ത് വർഷിക്കുന്ന സ്ഥലം എന്നാണ്. അഥവാ ഏറ്റവും കൂടുതൽ റഹ്മത്ത് വർഷിക്കുന്ന ഭൂമിയിലെ സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഇത് മഖ്ബറ. അതും വലിയ സ്വാലിഹ്യങ്ങളും സാദാത്തുക്കളൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പൊ അവിടെ ദ്വാരക്കുമ്പോ ദുആഇന് പ്രത്യേകം ഉത്തരവുണ്ട്. നിങ്ങൾ നോക്കും, പരിശുദ്ധമായ കാബന്റെ ചുറ്റും ഇറങ്ങുന്ന റഹ്മത്തിന് കിടക്കേണ്ട അത്ര റഹ്മത്ത് ഇറങ്ങുന്ന ഒരു സ്ഥലം ഭൂമിയിൽ വേറല്ല. കാബന്റെ ചുറ്റുമുള്ള അല്ലാഹു തആല ഓരോ ദിവസവും കാബന്റെ ചുറ്റും ഇറക്കുന്ന റഹ്മത്ത് എത്ര? ഹദീസിൽ പറഞ്ഞു 120 റഹ്മ, 120 റഹ്മത്ത് ഇറങ്ങുന്ന ഭൂമിയിലെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഏതാ? പരിശുദ്ധമായ കാബയും അതിന്റെ പരിസരവുമാണ്. മത്താഫ് ഉൾപ്പെടുന്ന, ഹറം ഉൾപ്പെടുന്ന ആ സ്ഥലം, അവിടെ ഓരോ ദിവസവും അല്ലാഹു തആല ഇറക്കുന്ന റഹ്മത്ത് എത്ര? 120. അതിൽ 60 എണ്ണം തവാഫ് ചെയ്യുന്ന ആളുകൾക്കാണ്. തവാഫ് ചെയ്യുന്ന ആൾക്ക് നേരെ പകുതി കൊടുക്കണ്ടേ? ആ കൊടുക്കണം. തവാഫ് ചെയ്താ പറയും 60 പോരെ 50 വേണം. എന്തേ കാരണം? തവാഫ് അങ്ങോട്ട് ശരിയായ രൂപത്തിലും ഭാവത്തിലും ആകണമെങ്കിൽ ചെറിയ അധ്വാനം ഒന്നല്ല. നല്ല തിരക്കുള്ള സമയത്താണെങ്കിൽ മണിക്കൂർ 1, 2, 3 ഒക്കെ അങ്ങോട്ട് നീങ്ങും, അല്ലേ? കുറച്ചുകൂടി അപ്പുറത്താണെങ്കിൽ ഒരു തവാഫ് ഇപ്പൊ എത്ര സമയം? ഇപ്പൊ 25 മിനിറ്റ് ആയി. ഒരു തവാഫ് ഇങ്ങനെ റൗണ്ട് 25 മിനിറ്റ് ആയോ? പഠിച്ചോൻ ഇനി 6 കൂടി ബാക്കിയില്ലേ? അവ എത്ര സമയം എടുക്കും? അതൊക്കെ ശ്രദ്ധിച്ച് ഒന്നും മുറിയാൻ പറ്റുമോ? പല ആൾക്കാരും ഇങ്ങനെ ഓടിങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കണം. തൊട്ടാ പ്രശ്നമായി. അത് മൊത്തം മറച്ചിട്ടുമില്ലല്ലോ. ഒരു കുപ്പായം ഒരു കമ്മീസൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ നല്ല സുഖം. ഒരു കോട്ട കിട്ടാൻ ആരും തൊടൂല. അതും പറ്റൂലല്ലോ. നിർണയിക്കപ്പെട്ട വസ്ത്രമേ പറ്റുള്ളൂ. അവരും വന്ന് തൊട്ടാൽ അതും ബുദ്ധിമുട്ടായി. അല്ലാതെ ഒന്നും മുറിഞ്ഞാലോ പിന്നെയും പോയി ഒന്നും കൊടുക്കണം. അല്ലാഹു റബ്ബി, അതിനെ തൊട്ടടുത്തൊന്നും സൗകര്യമില്ല, കുറച്ചങ്ങോട്ട് നടക്കും വേണം. അപ്പൊ ഈ തവാഫ് ഇങ്ങനെ 7 എണ്ണം ഇങ്ങനെ പൂർത്തിയാക്കുന്ന ആളുകൾക്ക് 60 റഹ്മത്ത്. സുബ്ഹാനല്ലാഹ്, തവാഫ് കഴിഞ്ഞിട്ടും അല്ലാതെയും നിസ്കരിക്കുന്ന പല ആളുകളും അവിടെയുണ്ട്. അവർക്ക് അല്ലാഹു തആല 40 റഹ്മത്ത് കൊടുക്കുന്നു. അപ്പൊ 100ആയി. ആ കഅബ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. ക്ഷീണം കാരണമോ തവാഫ് കഴിഞ്ഞിട്ടോ നോക്കിയാൽ തന്നെ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ഒന്നാണ് കഅബ. കഅബയിലേക്ക് നോക്കൽ ഇബാദത്താണ്. പണ്ഡിതന്മാര് ഭിന്നാഭിപ്രായക്കാരാണ്. കഅബന്റെ മുറ്റത്ത് നിസ്കരിക്കുന്ന ഒരാള് സുജൂദിന്റെ സ്ഥലത്തേക്കാണോ നോക്കേണ്ടത്, കഅബയിലേക്കാണോ നോക്കേണ്ടത്? അല്ലേ? ചില ആൾക്കാർ പറയും മയ്യിത്ത് നിസ്കാരത്തിന് മുന്നിൽ മയ്യിത്ത് വെച്ചാൽ മയ്യത്തിലേക്കാ നോക്കണ്ടേ. നല്ല കേട്ടോ, അവിടെ സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കണ്ടേ. അവിടെ എടുക്കാൻ നോക്കണ്ടേ? സുജൂദിന്റെ സ്ഥലത്തേക്കാണ്, മയ്യത്തിലേക്കല്ല നോക്കണ്ടേ. എവിടുക്കാ നോക്കണ്ടേ? സുജൂദിന്റെ സ്ഥലത്തേക്ക് തന്നെ നോക്കണ്ടേ, മയ്യത്തിലേക്കല്ല. പക്ഷെ ഇവിടെ ഒരു തർക്കമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അങ്ങനെ കഅബയിലേക്ക് നോക്കലോ ഇബാദത്തല്ലേ, സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കലോ അതോ ഇബാദത്ത്? നിസ്കാരത്തിൽ എപ്പോഴും സുജൂദിന്റെ സ്ഥലമാണല്ലോ എന്നുള്ളവർക്ക് കുറെ പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ ഏതാണ് സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കേണ്ടത്. പക്ഷെ ഇങ്ങോട്ട് നോക്കിയതുകൊണ്ട് വിരോധം ഉണ്ടെന്ന് ആരും പറഞ്ഞില്ല. കാരണം ഈ നോട്ടവും ഇബാദത്താണ്. നോക്കി അങ്ങനെ ഇരിക്കുക, ഇബാദത്തിന്റെ കൂലിയാണ് ഓരോ സെക്കൻഡിനും. ആ നോക്കിയിരിക്കുന്ന ആളുകൾക്ക് 20 റഹ്മത്ത്. അപ്പൊ മൊത്തം 120 ആയില്ലേ?
120 റഹ്മത്ത് ഭൂമിയിൽ അല്ലാഹു തആല ഓരോ ദിവസവും വർഷിപ്പിക്കുന്ന ഇറക്കുന്ന ഭൂമിയിലെ ഏക സ്ഥലം അത് പരിശുദ്ധമായ കഅബയും പരിസരവുമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ബഹുമാനമുള്ളത്. ആ മക്കത്തോ മദീനത്തോ ഒക്കെ ഒന്ന് മരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഖിയാമത്ത് നാളിൽ എഴുന്നേറ്റ് വരുന്നത് എങ്ങനെയാ? തൽബിയത്ത് ചൊല്ലിയിട്ട് നല്ല സന്തോഷത്തിൽ നല്ല റാഹത്തിലാണ് ആ രണ്ട് നാടുകളിലും മരിച്ച ആളുകൾ എഴുന്നേറ്റ് വരുന്നത്. മമ്മാത ഫീ അഹദിൽ ഹറമൈൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാലൊരു ഹറമിൽ ഒരാൾ മരിച്ചാൽ ബുഇസ യൗമൽ ഖിയാമത്തി ആമിന, ഖിയാമത്ത് നാളിൽ അയാൾ ഒരു പേടിയില്ലാതെയാണ് ഖബറിൽ എഴുന്നേറ്റ് വരുന്നത്. വെറുതെയാണോ മഹാന്മാർ അങ്ങനൊക്കെ പ്രാർത്ഥിച്ചത്? മക്കത്ത് തന്നെ മരിപ്പിക്കണേന്നും മദീനത്ത് തന്നെ മരിപ്പിക്കണമെന്നും രണ്ടും ദ്വാരുന്ന മഹാന്മാരുണ്ട്. മദീനയിലാക്കി തരണം എന്റെ മരണം എന്ന് ദ്വാരുന്ന വലിയൊരു മഹാനാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. എപ്പോഴും ദ്വാരക്കും വജഅൽ മൗതി ഫീ ബലദി റസൂലിക, എന്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിലാക്കി തരണേ അല്ലാഹ്. എപ്പോഴും ദ്വാരക്കുന്ന രണ്ട് ദ്വാകളാണ്. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക് വജഅൽ മൗതി ഫീ ബലദി റസൂലിക്. എനിക്ക് നീ ഷഹാദത്ത് തരണം മരിക്കുമ്പോ. ഷഹാദത്ത് കിട്ടിയല്ലോ, സുബഹി നിസ്കാരത്തിന് കുത്തേറ്റില്ലേ? എനിക്ക് ഷഹാദത്തിലായിട്ട് എന്നെ മരിപ്പിക്കണം, മരണം നിന്റെ റസൂലിന്റെ നാട്ടിലാക്കി തരണം. ഹജ്ജിന് പോയിട്ട് പനി ഇങ്ങോട്ട് ബാധിച്ചിട്ട് വിറക്കുന്ന പനി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു കിടന്ന് വിറക്കാണ്. അപ്പൊ പനി ബാധിച്ച മഹാനവറുകളെ കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോ സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ കരയുന്നുണ്ട്. എന്തിനാ സഅദ് നിങ്ങൾ കരയുന്നത്? എന്തിനാ? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമല്ല നബിയെ, ഞാൻ മക്കത്ത് മരിച്ചു പോകുമെന്നൊരു പേടി എനിക്ക് മദീനത്താണ് മരിക്കേണ്ടത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് മക്കത്ത് തന്നെ മരിച്ചു പോകും ഈ പനിയിൽ എന്നെനിക്ക് പേടി, മദീനത്താകണം എന്റെ മരണം. പേടിക്കണ്ട സഅദേ, നിങ്ങളിവിടെ മരിക്കൂല, നിങ്ങൾ മദീനയിലേ മരിക്കൂ. സഅദ് റളിയല്ലാഹു അൻഹു പിന്നെ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ആകെ ഒരു മകളെ എനിക്കുള്ളൂ, ഇഷ്ടം പോലെ സ്വത്ത് അല്ലാഹു തന്നിട്ടുണ്ട്, എനിക്കാകെ ഒരു മകളേ ഉള്ളൂ, എന്റെ സ്വത്തിന്റെ 2/3 ഭാഗവും ഞാൻ ഇസ്ലാമിനങ്ങ് സംഭാവന ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ മകളും നിങ്ങളെ കുടുംബവും നല്ല സമ്പന്നരായി ജീവിക്കുന്നത് അതാണ് ദാരിദ്ര്യം ബാധിച്ചവർ ജീവിക്കുന്നതിനേക്കാളും നല്ലത്. അതുകൊണ്ട് സ്വത്ത് മൊത്തം ഇങ്ങോട്ട് ഇസ്ലാമിന് തീറെഴുതി കൊടുക്കണ്ട, വസിയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 1/3 മതി, അതിൽ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. 1/1 അവസാനം ചോദിച്ചത്. 2 കൊടുക്കട്ടെ എന്ന് വെച്ചു, വേണ്ടാന്ന് പറഞ്ഞു. നാ പകുതി കൊടുക്കട്ടെ എന്ന് വെച്ചു, വേണ്ടാന്ന് പറഞ്ഞു. 1/1 അസ്സുലുസു വസ്സുലുസു കസീർ. അതുകൊണ്ടാണ് ഒരാൾ അങ്ങനെ വസിയത്ത് എഴുതി വെച്ചാൽ 1/1 കിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം. മക്കളോടൊക്കെ ദേഷ്യം പിടിച്ചിട്ട് വാപ്പ വസിയത്ത് ചെയ്തു, രേഖാമൂലാക്കിയാൽ പിന്നെ മാർഗം ഉണ്ടാവില്ല കേട്ടോ. വസിയത്ത് എഴുതി വെച്ചു, ഈ കുരുത്തം കേട്ട മക്കൾക്ക് ഒന്നും കൊടുക്കണ്ട, എന്റെ സ്വത്ത് മുഴുവനും പള്ളി കമ്മിറ്റിക്ക് മദ്രസ കമ്മിറ്റിക്ക് അങ്ങനെ ചെന്നാൽ ഒക്കെ കിട്ടുന്നില്ല, ഒക്കെ എടുക്കാനും പറ്റൂല. വസിയത്ത് 1/1 നടപ്പിലാകും. 1/1 നടപ്പിലാകാൻ കുടുംബത്തിന്റെ സമ്മതമൊന്നും വേണ്ട. 1/1 വസിയത്ത് നടപ്പിലാവും. മൊത്തം കൊണ്ട് എഴുതി വെച്ചാൽ മൊത്തം കിട്ടൂല എന്നർത്ഥം. അവിടെ കുടുംബക്കാരില്ലേ? ആ സഅദ് റളിയല്ലാഹു അൻഹുവിന് അന്ന് ഒരു മകളാണുള്ളതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്ക്, ഈ പനിയൊക്കെ ബാധിച്ച് നിങ്ങൾ ഇവിടെ മരിക്കുന്നു പേടിക്കണ്ട, നിങ്ങൾ മദീനത്തെ മരിക്കുള്ളൂ. മഹാനവറുകൾ പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് മദീനയിലെത്തി. പിന്നെയും മക്കൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി കാലം അവിടെ ജീവിച്ചതിന് ശേഷം അന്നൊരു മകളേ ഉള്ളൂ, പിന്നെയും മക്കളുണ്ടായി, സന്തോഷത്തോടെ ജീവിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അത് മദീനയിൽ വെച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രണ്ടാലൊരു ഹറമിൽ മരിക്കാൻ കഴിയാന്നുള്ളത് ഖബറിന്ന് എഴുന്നേറ്റ് വരുമ്പോ നല്ല സുരക്ഷിതത്വത്തോടെ എഴുന്നേറ്റ് വരാനുള്ളൊരു മാർഗമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയാൻ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ഇവിടെ തന്നെ കിടന്നോളി, ബുദ്ധിമുട്ടൊന്നുമില്ല. ആ രണ്ടാലൊരു ഹറമിലാണെങ്കിൽ മഹ്ശറിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ കുറച്ച് നടന്നാൽ മതിയാകും. ഇവിടൊക്കെ ആകുമ്പോൾ കുറേ നടക്കണം. ഇനി പണ്ട് ഉസ്താദെ, ഞാൻ ഉളിയത്തൊരു മൃഗമുണ്ട്, അള്ളാഹ് കബൂലാക്കട്ടെ, കിട്ടിയെങ്കിൽ അത് കിട്ടും, അള്ളാഹു കബൂലാക്കിയെങ്കിൽ, ഇല്ലെങ്കിൽ അതും പോയി, ഉണ്ടാകില്ല. ആൾക്കാർ കഴിച്ചിട്ടേ കൂലിയൊക്കെ കിട്ടും കേട്ടോ. പൂർണ്ണാർത്ഥത്തിൽ കബൂലുണ്ടെങ്കിൽ ഒരു മൃഗമായിട്ടൊരു വാഹനമായിട്ട് തന്നെ വന്നു നിൽക്കും. അള്ളാഹു സ്വീകരിച്ചെങ്കിലല്ലേ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ കുറേ ദൂരം പോകണ്ടേ, എത്ര പോകേണ്ടി വരും? ചില ആളുകളൊക്കെ നോക്ക്, നിങ്ങൾ ഭാഗ്യവാന്മാരല്ലേ,
ഇവിടെ നമ്മളെ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരാഗ്രഹം അവിടെ ഒന്ന് മരിച്ചു കിട്ടണം. ഇപ്പം ഞാൻ താമസിക്കുന്നിടത്തുണ്ടായിരുന്നു ജിദ്ദയിൽ കുറേ കാലം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ KPM കുട്ടി. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് മരണപ്പെട്ടു. ഇത് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ പറയും, മരിക്കാൻ നല്ലത് അവിടെ കേട്ടോ. എപ്പോഴും പറയും മരിക്കാൻ നല്ലത് അവിടെ കേട്ടോ, അങ്ങനെ പറയും. അപ്പം നമ്മളൊക്കെ മൂപ്പരോട് പറയും, എന്തിനാ അപ്പം ഈ മരിക്കാൻ നല്ലത് അവിടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ മരിച്ചാലും കുടുംബക്കാർക്കും മറ്റൊക്കെ ഒന്ന് സിയാറത്തിനൊക്കെ സൗകര്യം ഉണ്ടാകുമല്ലോ. അപ്പോഴും മൂപ്പര് അല്ല, മരിക്കാൻ നല്ലത് അവിടെയാണ്. അങ്ങനെ മൂപ്പര് ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ചെറിയൊരു വേദന വന്നപ്പോൾ ഒന്ന് പരിശോധനക്ക് പോയി, ചെക്കപ്പിന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാര്യമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെക്കപ്പ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ പ്രയോഗിക്കാമെന്ന് പറഞ്ഞു. മരുന്നും കാര്യങ്ങളൊക്കെ നോക്കാം, ഇനി ഓപ്പറേഷൻ വേണമെങ്കിൽ അതും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ചെക്കപ്പ് അവിടെ നിൽക്കട്ടെ, ഇത് അതിൻ്റെ ഒരു തുടക്കമാണെങ്കിൽ മരണം അവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ. പിറ്റേന്ന് അദ്ദേഹം കയറി അവിടെ എത്തി, പിറ്റേന്ന് മരിക്കുകയും ചെയ്തു. പിറ്റേന്ന് മരിച്ചു എന്നല്ല, ജിദ്ദയിലാണ് മരിച്ചതെങ്കിലും ഖബർ കിട്ടിയത് എവിടെയാണ് സഹോദരങ്ങളെ? ജന്നത്തുൽ മുഅല്ലയിലാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചാരത്തുനിന്ന് നോക്കിയാൽ കാണുന്നിടത്ത്. അതാ ആഗ്രഹം, ആ ദുആ, അതൊക്കെ അല്ലാഹു തആല അങ്ങനെ അങ്ങോട്ട് കബൂലാക്കിയത് കൊണ്ടാണ്. എങ്ങനെ വിധേയത്തെന്ന് പറയാൻ പറ്റൂലല്ലോ. നമ്മൾ പഠിക്കുന്നിടത്ത് മുമ്പ് ഒരു ആചാര്യണ്ടായിരുന്നു, എല്ലാ കൊല്ലം ഹജ്ജിന് പോകുമ്പോഴൊക്കെ പറയും, മക്കത്തോ മദീനത്തോ മരിക്കാൻ തോർക്കണം കേട്ടോ. അങ്ങനെ ഹജ്ജ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ പൂതി വെച്ച് തന്നെ ഹജ്ജിന് പോയതാണ്, ആഗ്രഹം വെച്ച്. പക്ഷെ അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നിട്ടാണ് മരിച്ചത്. അങ്ങനെ ഉണ്ടാകും. അത് അല്ലാഹു തആല ഓരോരുത്തർക്ക് നൽകുന്ന ഓരോ വിഹിതങ്ങളാണ്, സന്തോഷങ്ങളാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുമ്പോൾ, ഞാൻ ഇവിടെ വെച്ചാകുമോ മരണം നിറങ്ങനെ കരയുന്ന സമയത്ത് പറഞ്ഞു, ലാക്കിൻ അൽ ബാഇസ് സഅദ് ബിൻ ഖൗല, നിങ്ങളെപ്പോലെ ആഗ്രഹിച്ചു, മദീനത്ത് മരിക്കാൻ ആഗ്രഹിച്ച വേറൊരു മഹാനായിരുന്നു സഅദ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മരിച്ചത് മക്കത്താണല്ലോ എന്ന് പറഞ്ഞു. കണ്ട, അപ്പൊ എനിക്ക് മക്കത്താകരുത് എന്ന് ആഗ്രഹം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങൾ ഇവിടെ മരിക്കൂല, നിങ്ങൾ മദീനത്തെ മരിക്കൂ. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ച ഒരാളുണ്ടായിരുന്നു, സഅദ് ബിൻ ഖൗല റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മരിച്ചത് മദീനത്തല്ല, മക്കയിലാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകാന്ന് മനസ്സിലായി. അതാണ് ഏതായാലും 2 ഹറമിൽ കിട്ടിയാൽ തന്നെ ഭാഗ്യാണ്. ആ ഹറമിന്റെ മഹത്വത്രേ സഹോദരങ്ങളെ, അത് വിശദീകരിച്ചാൽ തീരൂല. അല്ലാഹു തആല ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്നേ അല്ലാഹു പറഞ്ഞോളൂ അല്ലേ. നോക്ക് നിങ്ങൾ, സംസം അവിടെ എണ്ണി പറഞ്ഞില്ല, അതൊക്കെ ഹദീസിലുള്ളതാ. അല്ലാഹു ആയാത്തുൻ ബയ്യിനാത്ത് എന്ന് ആയത്തിൽ പറഞ്ഞിട്ട് ഒരൊറ്റ ഒന്നാ പറഞ്ഞത്, മഖാമു ഇബ്രാഹിം. ഫീഹി എന്നോ മിൻഹാ മഖാം ഇബ്രാഹിം എന്നല്ല, മഖാം ഇബ്രാഹിം. മഖാം ഇബ്രാഹിം എന്ന ഒന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളാണ്, പഠിക്കാൻ മാത്രം ഉണ്ട്. അത് ആ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് ദ്വാരക്കട്ടെ എന്ന് വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരനോളൂ. അങ്ങനെ ദ്വാരക്കണമല്ലോ, ശിർക്കും വരുമോ? എന്താ ശിർക്ക് വരാന്? അള്ളാഹു ബഹുമാനിച്ച ഒരു ഇടമല്ലേ അത്. അള്ളാഹു ബഹുമാനിച്ചതിനോടൊക്കെ അർഹിച്ച ബഹുമാനം സ്വീകരിക്കണം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അഫനത്തഖിദുഹു മുസല്ലൻ, ഈ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് ഞങ്ങൾ നിസ്കരിച്ചാൽ 2 നിസ്കരിക്കട്ടെ. ഒരു കല്ല് ചവിട്ടി നിന്ന ഒരു കല്ല്, കാൽപാദം പതിഞ്ഞൊരു കല്ല്, ആ കല്ലിന്റെ ഇപ്പുറത്തുനിന്ന് നിസ്കരിച്ചിട്ട് ആ കല്ലിന്റെ നേരെ മുന്നിലേക്കല്ലേ സുജൂദ്, നിസ്കരിക്കട്ടെ എന്ന് വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ മൗനം പാലിച്ചു. അപ്പോഴേക്ക് വഹീ വന്നു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ, ഇബ്രാഹിം മഖാമിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കണം. അതുകൊണ്ടാണ് തവാഫ് കഴിഞ്ഞ ആളുകളൊക്കെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നത്, ദ്വാരക്കുന്നത്. വലിയ ദൃഷ്ടാന്തങ്ങളാണത്. ആ പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയുടെ ചാരത്ത് ഒരുപാട് തവണ എത്താനും ദുആഇനും അമലുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹു തആല മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി ആത്മീയമായി വെച്ച ഒന്നാണ് കഅബ എന്ന് പറഞ്ഞു. ഭൗതികമായിട്ട് അല്ലാഹു നിലനിൽപ്പിന് വേണ്ടി വെച്ച ഒന്നാണ് സമ്പത്ത്, അല്ലേ? ഖുർആൻ അങ്ങനെയല്ലേ സമ്പത്തിനെ പറ്റി പറഞ്ഞത്? വലാ തുഉതുസ് സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമൻ വർസുഖൂഹും. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു വെച്ചതാണ് സമ്പത്ത്. ആ സമ്പത്തിനെ സുഫഹായിനെ ഏൽപ്പിക്കരുത്. സമ്പത്തെ
കഥയില്ലാത്ത ആൾക്കാരെ കൈ കൊടുക്കരുത്. കാര്യത്തിന് കാര്യബോധത്തോടെ ഉപയോഗിക്കാനുള്ളതാണ് സമ്പത്ത്. എട്ടും പൊട്ടും തിരിയാത്ത ആളുകളെ കയ്യിൽ, അല്ലെങ്കിൽ പോഴന്മാരെ കയ്യിൽ, ബുദ്ധി ഉറക്കാത്തവരെ കയ്യിൽ, നേർക്ക് നേരെ എങ്ങനെ ചെലവഴിക്കണം സമ്പാദിക്കണം എന്ന് പക്വത എത്താത്തവരെ കയ്യിൽ സമ്പത്ത് ഏൽപ്പിച്ചാൽ ദുരുപയോഗം ചെയ്യും. വലാ തൂതു സുഫഹാ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ. നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു തആല വെച്ച ഒന്നാണ് സമ്പത്ത്. അത് കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, എങ്ങനെങ്കിലും ചെലവഴിക്കാനുള്ളതല്ല. കഥയില്ലാത്ത ആൾക്കാരെ കയ്യിൽ കൊടുത്താൽ അങ്ങനെ പോകും അല്ലേ? അതുകൊണ്ടല്ലേ കുറെ ആൾക്കാർ സമ്പത്ത് ഇപ്പോഴും പോയത്. കുറെ ആൾക്കാർ ലാഭം ഇങ്ങനെ പ്രതീക്ഷിച്ചപ്പോൾ 2 ലക്ഷം 3 ലക്ഷം ഭാര്യന്റെയും മക്കളെയും ഉമ്മാന്റെയും ഉമ്മാമാന്റെയും ഒക്കെ പണ്ടൊക്കെ വിട്ടിട്ട് 10 ലക്ഷം കൊണ്ടേ കൊടുത്തു. മാസം 2000 റുപ്യ, മാസം 4000 റുപ്യ, മാസം 5000 റുപ്യ. പിന്നെ ആളെ കാണാതായപ്പോ അതൊക്കെ പോയും ചെയ്തു. എത്ര ആളുകളാണ്, എത്ര സ്ഥലത്ത് നിന്നാ ദ്വേർക്കാൻ പറയുന്നത്. അല്ലാഹു തആല ആദ്യം പറഞ്ഞു അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള സമ്പത്ത് കളയണ്ടട്ടോ. നമ്മളോട് അള്ളാഹുവിന്റെ നിർദ്ദേശം നേർക്ക് നേരെ. എല്ലാ ഈ വന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് പറയും? ബിസിനസ് ഉണ്ട്, അതിൽ നിങ്ങളൊരു ഷെയർ എടുത്തോളി. ഒരു ബിസിനസ്സും ഇല്ല. അങ്ങനെ ചോദിക്കുന്ന മിക്ക ആൾക്കാർക്കും ബിസിനസ് ഇല്ല. അവരുടെ ബിസിനസ് എന്താ? അവിടുന്ന് വാങ്ങുക, ഇങ്ങോട്ട് ലാഭം കൊടുക്കുക. ഇവിടുന്ന് വാങ്ങുക, അപ്പുറത്ത് ലാഭം കൊടുക്കുക. അവിടുന്ന് വാങ്ങുക, അപ്പുറത്ത് ലാഭം കൊടുക്കുക. അത് ഓരോരുത്തർക്കും ഓരോ അനുസരിച്ചാണ്. 1 ലക്ഷത്തിനാണ് ഇതിനനുസരിച്ച് 10 ലക്ഷം 10 ലക്ഷം ഇതൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഷെയർ സ്വീകരിച്ച് കൊടുക്കുകയാണ്. കിട്ടാതാകുന്ന സമയത്താകുമ്പോൾ ഒരു വിസ എവിടുന്നെങ്കിലും ഒപ്പിച്ച് ഒരൊറ്റ മുങ്ങല. പിന്നെ ആളെ കാണൂല. പിന്നെ ആള് വരും. സ്ട്രോങ് ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം മരിച്ചു എന്ന് കാണുമ്പോൾ ആൾ ഇവിടെ എത്തും. പിന്നെ സ്ട്രോങ് ഉണ്ടാവില്ലല്ലോ, ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ മതിയാവുമല്ലോ. അങ്ങനെ എത്ര ആളുകൾ ദുരുപയോഗം ചെയ്യാനുള്ളതല്ല സമ്പത്ത്. അത് നല്ല മാർഗങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ജീവിത നിലനിൽപ്പിനുള്ളതാണ്. ഒന്ന് ഭൗതിക നിലനിൽപ്പിനാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആഖിറം നേടണം. അതിന് അല്ലാഹു തന്നാണ് കാര്യബോധത്തോടെ ചെലവഴിക്കാനും നിയന്ത്രിക്കാനും ഉപയോഗിക്കാനുള്ളതാണ്. എത്ര സ്ഥലത്തുനിന്ന് ആൾക്കാർ ദ്വേർക്കാൻ പറയുന്നുണ്ട്, കുടുങ്ങിയിട്ട് കടബാധ്യതയിൽ കുടുങ്ങിയ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ അല്ലാഹു തആല സലാമത്തായി കൊടുക്കട്ടെ. നമ്മൾ ദ്വേർക്കല്ലാതെ അവർ സങ്കടം കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. ലക്ഷങ്ങൾ 1 2 10 20 ഒന്നുമല്ല, അത്രയുണ്ട്. വർധനവ് മോഹിച്ചുകൊണ്ട് കൊണ്ടേ കൊടുത്താണ്, വെറുതെ അല്ല. പക്ഷെ വർധനവുമില്ല, കൊടുത്തതുമില്ല, അതിന്റെ കണക്കുമില്ല. എന്നാ കൊടുത്തു എന്നുള്ളതിന് രേഖ ഉണ്ടോ? രേഖ അല്ല. ആകെ രേഖ എന്താ? വിശ്വസ്തതയുള്ളൂ, വേറൊന്നുമില്ല. വേറെന്താ രേഖ ഉള്ളത്? ഇങ്ങോട്ട് അതിന് കടലാസുമില്ല, അങ്ങോട്ടും കടലാസില്ല. മറ്റേ ആൾക്ക് നിഷേധിക്കാനും എളുപ്പമാണ്, ഇയാൾക്ക് കൊടുത്തു എന്ന് പറയാനും എളുപ്പമാണ്. രേഖ ഒന്നുമില്ലല്ലോ. രേഖയാക്കണ്ട. ഇത്രയും സംഖ്യ നിങ്ങൾ എനിക്ക് തന്നു എന്ന് നമ്മൾ രേഖാമൂലം വെച്ചാൽ നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദ്യം വരും. എന്നാ രേഖ വേണ്ട, അങ്ങനെ നോട്ടെ. അയാളങ്ങനെ കൊണ്ടുപോയി. മറ്റേ ആൾക്ക് ഇങ്ങനെ മാസം മാസം ലാഭം കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ലാഭം അവസാനിച്ചു. അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ കൊടുക്കരുത്. ആ സമ്പത്ത് നല്ല മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ട് അത് വർദ്ധിപ്പിക്കുക. കൃഷിക്കോ കച്ചവടത്തിനോ ഹലാലായ മാർഗങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ കയ്യിൽ നല്ല സമ്പത്തുണ്ടോ? നല്ലോണം ഓടാൻ പറ്റുന്നൊരു വാഹനം വാങ്ങിയിട്ടോ, അത് വാടകയ്ക്ക് ഓടിക്കോട്ടെ, കാശ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപ ഒരു ബിൽഡിംഗ് എടുത്തിട്ടോളൂ. ആ ബിൽഡിംഗ് കച്ചവടത്തിന് കൊടുത്ത വാടക കിട്ടൂലേ? അങ്ങനെ നല്ല രൂപങ്ങൾ സ്വീകരിക്കാമല്ലോ. അല്ലെങ്കിൽ ഭൂമി വാങ്ങിയിട്ടോളൂ. ആളുകൾ ആവശ്യക്കാർ വരുമ്പോൾ കുറഞ്ഞ ലാഭത്തിനാണെങ്കിൽ ലാഭം കിട്ടിയിട്ട് വിൽക്കാലോ. നല്ല മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. സമ്പത്ത് കൊണ്ട് അങ്ങനെ മാർഗങ്ങൾ സ്വീകരിക്കാം. സമ്പത്ത് ഉണ്ടായിട്ട് തന്നെയല്ലേ സ്വഹാബിത്വം തോട്ടം വാങ്ങിയതും തോട്ടം വിറ്റതും ഒട്ടകങ്ങൾ വാങ്ങിയതൊക്കെ. അതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹു തആല പവിത്രധന്യമായ കഅബ അടങ്ങുന്ന മക്കയെ സത്യം ചെയ്തുകൊണ്ട് നമ്മളോട് പഠിപ്പിക്കുകയാണ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഈ നാടിനെ തന്നെയാണ് സത്യം. പക്ഷെ സത്യം ചെയ്തപ്പോൾ അള്ളാഹു ആ നാടിന് പറഞ്ഞൊരു ബഹുമാനമുണ്ട്. ഇപ്പുറത്ത് സത്യത്തിന്റെ വാചകങ്ങൾക്കിടയിൽ ഓ നബിയെ, തങ്ങൾ ഇറങ്ങി താമസിച്ച നാടാണ് ഈ നാട്. ഏത് നാട്? മക്ക എന്ന് പറയുന്ന നാട് തങ്ങൾ ഇറങ്ങി താമസിച്ച നാടാണ്. അതുകൊണ്ട് തന്നെ ഈ മക്കൾക്ക് വലിയ ബഹുമാനമുണ്ട്. സഹോദരങ്ങളെ, മക്കയിൽ വെച്ചൊരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരൊറ്റ റക്അത്ത് നിസ്കാരത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. 1 ദിർഹം സ്വതക്ക ചെയ്താൽ 1,00,000 ദിർഹം സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. ഒരു നോമ്പ് നോറ്റാൽ 1,00,000 നോമ്പിന്റെ പ്രതിഫലമാണ്. അവിടെ വെച്ചൊരാൾ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1,00,000 സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം അല്ലാഹു നൽകുന്നു. ഒരു സ്വലാത്ത് ചൊല്ലിയാലോ ലക്ഷക്കണക്കിന് സ്വലാത്തിന്റെ മഹത്വം തരുന്നു. അത്രയും മഹത്വങ്ങളുള്ള ഒരു സ്ഥലം അല്ലാഹുവിന്റെ ഭൂമിയിൽ വേറെയില്ല.
ഹറം എന്ന് പറയുന്ന പരിധിക്കുള്ള എല്ലാ സ്ഥലത്തും ആ ഒരു ബഹുമാനം ഉണ്ട്. മസ്ജിദുൽ ഹറാമിലും മത്താഫിലും മാത്രമല്ല, ഹറം എന്ന് പറയുന്നത് സഹോദരങ്ങളെ കഅബ നിൽക്കുന്നതും മസ്ജിദുൽ ഹറാമും മാത്രമല്ല, അതിന്റെ പുറത്തേക്കും ഹറമുണ്ട്. ഹറമിന്റെ ഒരു അതിർത്തിയാണല്ലോ തൻഈം എന്ന് പറയുന്നത്. അവിടുന്നല്ലേ ഇഹ്റാം ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ജിദ്ദയിൽ നിന്ന് നമ്മൾ പോകുമ്പോ മക്കയിലേക്കുള്ളൊരു പ്രവേശന കവാടം കാണാറുണ്ട്. ആയത്തൊക്കെ എഴുതി വെച്ചുകൊണ്ട് അവിടെ ഒരു കവാടം കാണാറുണ്ട്. അവിടുന്നാണ് ഒരു അതിർത്തി. അങ്ങനെ തുടങ്ങി 4 ഭാഗത്തേക്കും അതിരുകളുണ്ട്. ആ അതിരുകൾക്കുള്ളിലുള്ള സ്ഥലത്ത് എവിടെയും ഈ പറയുന്ന ലക്ഷക്കണക്കിന് പ്രതിഫലം അല്ലാഹു നൽകുന്നു. അത്രയില്ലല്ലോ മസ്ജിദുൻ നബവിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തങ്ങൾ നിസ്കരിച്ച, സ്വഹാബത്ത് നിസ്കരിച്ച പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരു റക്അത്തിന് 10,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. അതേ സമയത്ത് ഹറമിൽ വെച്ച്, മക്കത്തെ ഹറമിൽ വെച്ചോ 1,00,000 പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. ആ മക്കക്ക് വലിയ ബഹുമാനം. വന്തഹില്ലും ബിഹാദൽ ബലദ്, തങ്ങൾ ഇറങ്ങി താമസിച്ച് നടന്ന് നീങ്ങിയ രാജ്യമാണ് മക്ക. അവിടുന്ന് ഭൂമിയിൽ താമസിച്ചത്, പൂജാതരായത് മക്കത്തുൽ മുഷറഫയിലാണ്. അതുകൊണ്ടല്ലേ തങ്ങൾ പിറക്കുന്നതിന്റെ 50 ദിവസം മുമ്പാണ്, ശരാശരി പറഞ്ഞാൽ ഇമാം ഖുർത്തുബി തങ്ങൾ അങ്ങനെയാ കറക്ക് പറയുന്നത്, 50 ദിവസം മുമ്പാണ് ആനക്കലഹ സംഭവം ഉണ്ടായത്. എന്തേ അബ്രഹത്ത് രാജാവിന് ഒന്നും നടക്കാതെ പോയത്? 50 ദിവസം കഴിഞ്ഞിട്ടാണ് ആ മക്കയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദയം ചെയ്യുന്നത്. അതുകൊണ്ട് ആ മക്കൾക്ക് സുരക്ഷിതമായിട്ടൊരു കേടുണ്ടാകാൻ പാടില്ല. ഹബീബായ തങ്ങൾ പിറക്കാൻ പോകുന്നു. അതിന്റെയും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കുറെ വർഷങ്ങളോളം മൂടിക്കിടന്നിരുന്ന സംസം കിണർ ഓപ്പൺ ചെയ്തത്. തങ്ങളെ വരവിനോടനുബന്ധിച്ചാണത്. സംസം കിണർ ആദ്യം തർക്കമുണ്ടായിട്ട്, പ്രശ്നം ഉണ്ടായിട്ട് എല്ലാം അതിൽ കൊണ്ടുപോയിട്ട് മൂടിയിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബിന് 3 പ്രാവശ്യം അല്ലാഹു തആല നിർദ്ദേശം നൽകി. സ്വപ്ന ദർശനം ഉണ്ടായി, ഇൽഹാം ഉണ്ടായി അബ്ദുൽ മുത്തലിബിന്. 3 പ്രാവശ്യം തന്നെ ഒരേ കാഴ്ച കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് തീരുമാനിച്ചു സംസം കുടിക്കണം. നേതാക്കളോടൊക്കെ ചോദിച്ചു, നിങ്ങളാരെങ്കിലും കൂടെ വരുന്നോ? നമ്മൾ സംസം കിണർ കുഴിക്കാൻ ഒരുങ്ങാണ്. ആരും കൂടെ നിന്നില്ല. അബ്ദുൽ മുത്തലിബും അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകൻ ഹാരിസും 2 പേരും ഒരുമിച്ച് കൂടി കുടിക്കാൻ തുടങ്ങി. കുടിച്ച് കുറച്ചങ്ങെത്തിയപ്പോ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞ സ്വർണവും മുത്തും രത്നങ്ങളൊക്കെ എടുത്തുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പുറത്തു വെച്ചപ്പോ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് സഹായിക്കാൻ, ഞാനുണ്ട് കൂടാന്. കാരണം പുറത്തെന്താ വെച്ചിരിക്കുന്നത്? സ്വർണം മുത്തു രത്നല്ലേ. അല്ലാ, കൂടിക്കൊടുത്താലും ഇതൊക്കെ കിട്ടുമല്ലോ ലാസ്റ്റ്. ഞാനുണ്ട്, നമ്മളെ കുടുംബക്കാരൊന്നും ആള് വരാം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ആരും വേണ്ട. തുടക്കത്തിൽ ഞാൻ നിങ്ങളൊക്കെ വിളിച്ചില്ലേ, നിങ്ങൾ ആരെങ്കിലും വരുന്നോന്നൊക്കെ ചോദിച്ചില്ലേ, നല്ല സ്നേഹത്തോടെ ചോദിച്ചില്ലേ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു വാശി, അതൊന്നും ഇനി കുഴിക്കാൻ നടക്കൂല, പ്രശ്നങ്ങൾ അത് മൂടിയതിന്റെ ശേഷമാണ് കുറെയൊക്കെ പ്രശ്നം തീർന്നത്, ഇനിയൊന്നും കുടിക്കാൻ നടക്കൂല എന്നൊക്കെ പറഞ്ഞ് മാറിയുന്നതല്ലേ. ഞാനും എൻ്റെ മകനും തന്നെ കുടിക്കും, വേറെ ആരും വരണ്ടെന്നോ. ഫുള്ള് കുഴിച്ചു, വെള്ളം കാണുന്നത് വരെ കുഴിച്ചു. ഈ കുഴി തിരിച്ചു വന്നത്, മൂടപ്പെട്ട കിണർ തിരിച്ചു വരാനുള്ള കാരണം, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ മക്കയിൽ ഉദയം ചെയ്യാൻ പോകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മക്കയിൽ പൂജാതരാകുമ്പോ ഫുള്ള് സുരക്ഷിതമായ അന്തരീക്ഷം മാത്രമേ ഉണ്ടാകാവൂ. ക്ഷേമൈശ്വര്യപൂർണമായ ഒരു അന്തരീക്ഷം. വെള്ളത്തിന് വെള്ളം ഒരു ഗോത്രത്തിന് മാത്രമല്ലല്ലോ, എല്ലാവർക്കും കുടിക്കാലോ, ഇഷ്ടം പോലല്ലേ. കുടിച്ചു കഴിഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബിനോട് വീണ്ടും തർക്കത്തിൽ വന്നവര് അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് വന്ന് ഗോത്ര നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശം വേണം ഈ കിണറില്. നിങ്ങളാ കുഴിച്ചെന്നൊക്കെ ശരി തന്നെ, പക്ഷെ നിങ്ങൾ മാത്രം ഇത് നേതൃത്വം നൽകി കൊടുത്താൽ പോരാ, ഞങ്ങൾക്കൊക്കെ അവകാശം വേണമെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നടക്കൂല എന്നാണ്. തുടക്കത്തിൽ നിങ്ങളെ ഓരോരുത്തരുടെയും വീട്ടുപടിക്കൽ വന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ചോദിച്ചു, എൻ്റെ സുഹൃത്തുക്കൾ എന്ന നിലക്ക് എല്ലാവരും നിരസിച്ചു. ഞാനും എൻ്റെ മകനും കൂടി കുഴിച്ച് പകുതി കഴിഞ്ഞപ്പോ കിട്ടിയ മുത്തും രത്നവും സ്വർണ്ണൊക്കെ പുറത്തു വെച്ചപ്പോ അതും മോഹിച്ചുകൊണ്ട് നിങ്ങൾ പലരും വന്നു. വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആത്മാർത്ഥത അല്ലാത്തത് കൊണ്ട്. ഇപ്പൊ കുഴിച്ചു മുഴുവനായപ്പോ എല്ലാവർക്കും അവകാശം വേണം, എല്ലാവർക്കും ഇതിൽ പലതും വേണം, ഇത് കൊടുക്കാനും മറ്റൊക്കെ ഞങ്ങൾക്കും പങ്ക് വേണം, ഒക്കെ വേണം, ആർക്കും തരില്ല എന്നും. അവസാനം അവർ പറഞ്ഞു, നിങ്ങളെ സമ്മതിക്കൂല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എനിക്ക് അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകും. നിങ്ങൾ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി എൻ്റെ കൂടെ യമനിലേക്ക് വരണം. അന്നൊരുപാട് പണ്ഡിതന്മാർ യമനിലുണ്ട്. യമനിലേക്ക് 2 പക്ഷവും പോകുന്നു, അബ്ദുൽ മുത്തലിബിന്റെ പക്ഷവും എതിരാളികളും.
എതിരാളികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടുകാർ തന്നെയാണ്, കാരണവന്മാരും നേതാക്കളും കൂട്ടുകാരുമാണ്. എല്ലാവരും കൂടി പോകുമ്പോൾ യാത്രക്കിടയിൽ അബ്ദുൽ മുത്തലിബിന്റെ സംഘത്തിന്റെ വക്കലുള്ള വെള്ളം തീർന്നു. മനുഷ്യ സഹജമായും അപ്പുറത്ത് വെള്ളം ചോദിക്കുക സ്വാഭാവികമാണ്. കുടിക്കാനാ ചോദിച്ചത്. ഞങ്ങളുടെ കയ്യിൽ വെള്ളം തീർന്നു, കുടിക്കാൻ അല്പം വെള്ളം തരുമെന്ന് വെച്ചു. അവരൊന്നും തരൂല. നേരത്തെ ഉള്ള വാശി മൂലം തരില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കൊരു മനുഷ്യൻ വെള്ളം ചോദിച്ചാൽ, ഏത് മനുഷ്യനാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് വർണ്ണമാകട്ടെ, ഏത് വർഗമാകട്ടെ, വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ടേ? പക്ഷേ കുടിക്കാനല്ലേ വെള്ളം ചോദിക്കുന്നത്. കൊടുത്തില്ല. അബ്ദുൽ മുത്തലിബ് അവരോട് പറഞ്ഞു, ഇവിടെ നിർത്തണ യാത്ര, കൂടുള്ള ആൾക്കാരോട് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അല്ലാഹു തആല വെള്ളം തരും, ഇവിടെ കുടിക്കണം എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ, കൊട്ടപ്പറമ്പിൽ മരുഭൂമിയിൽ കാണുന്ന ഒരു സ്ഥലത്ത് കുടിക്കാൻ പറഞ്ഞു. കുടിച്ചു, വെള്ളം കിട്ടി. വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നപ്പോ അവരും വന്നു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങളെ പോലല്ല ഞാൻ, വെള്ളം വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. കുടിക്കാനും ഉപയോഗിക്കാനും വെള്ളം വേണമെങ്കിൽ ശേഖരിക്കാനും എടുത്തോളൂ, വെള്ളം എല്ലാവർക്കും ഉള്ളതാണ്. അവരൊക്കെ ഇരുന്നിട്ട് സമ്മതിച്ചിട്ട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് യമനിലേക്ക് പോകണ്ട, സംസമിന്റെ അധികാരം നിങ്ങൾക്ക് തന്നെയാണ്, തിരിച്ചു പോകാം. കാരണം ഈ കൊട്ടപ്പറമ്പില് കുടിക്കണം എന്ന് പറഞ്ഞ് കുഴിച്ചിട്ട് വെള്ളം കിട്ടിയിട്ട് കുടിക്കാൻ അള്ളാഹു നിങ്ങൾക്കൊരു അവകാശം തൗഫീഖ് തന്നില്ലേ, ഉറപ്പാണ് ആ സംസമിന്റെ അധികാരവും നിങ്ങളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. യമനിലേക്കൊന്നും പോകണ്ട, തിരിച്ചു പോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിന്റെ കീഴിലാണ് ഇപ്പോഴും അതിന്റെ സുരക്ഷിതമായ അധികാരം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ് അബ്ദുൽ മുത്തലിബിന് ശേഷം അതിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊക്കെ ഹജ്ജിന് വന്നപ്പോ വെള്ളം കൊടുക്കാനുള്ള ചുമതല അബ്ബാസ് എന്നവർക്കായിരുന്നു. മേൽനോട്ടം ഇന്നും അവരെ സന്താന പരമ്പരയിലാണ് അങ്ങനെ തുടർന്ന് വരുന്നത്. ഖിയാമത്ത് നാൾ വരെ എങ്ങനെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സംസം കിണർ പിന്നീട് ഒന്ന് പുറത്തേക്ക് വന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വന്ന് താമസിക്കാൻ പോകുന്ന ഭൂമിയാണ്. അവിടെ അത് അടഞ്ഞു കിടന്നാൻ പറ്റൂല. അതുകൊണ്ട് അല്ലാഹു തആല അത് തുറപ്പിച്ചു. എന്തൊരു മഹത്വം, എന്തെല്ലാം ബഹുമാനം കിട്ടി. തങ്ങൾ ഇറങ്ങി താമസിച്ച നാടല്ലേ നബിയെ മക്ക. അതുകൊണ്ട് ഈ മക്കൾക്ക് വലിയ ബഹുമാനമുണ്ട്. അവിടുന്ന് ജനിച്ച സ്ഥലം ഇന്നും അവിടെ സുരക്ഷിതമായി സൂക്ഷിപ്പുണ്ട്. വലിയ ഒരു ലൈബ്രറി ആയിട്ട് സഹോദരങ്ങളെ അത് സൂക്ഷിപ്പുണ്ട്. ലൈബ്രറി നിൽക്കുന്ന സ്ഥലമാണ്. ഒരുപാട് കിതാബുകൾ വെച്ചിരിക്കുന്ന ഒരു മക്തബയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം. അവിടെ ഇന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണല്ലോ സ്ഥലം. ബഹുമാനത്തോടെ സൂക്ഷിക്കുന്നുണ്ട്. കിതാബുകളാണ് ആളുകൾ അവിടെ പോയി റിസർച്ച് ചെയ്യുന്ന നോക്കുന്നതൊക്കെ. ഇരിക്കട്ടെ, ആ നാടിന് വലിയൊരു ബഹുമാനമാണ് തങ്ങളെ ജനനം കൊണ്ട് കിട്ടിയത്. കാരണം എന്താണ്? ലോകം മുഴുക്കയും സൃഷ്ടിക്കാനുള്ള കാരണഭൂതർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറക്കുന്ന നാട്. ആ നാടിന് വലിയ ബഹുമാനം അല്ലാഹു നൽകിയിട്ടുണ്ട്, വലിയ സ്ഥാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ നാടിന്റെ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തത് മുതൽ മക്കയിലുള്ള ആളുകൾക്ക് എല്ലാ രംഗങ്ങളിലും അഭിവൃദ്ധി മാത്രമേ വന്നിട്ടുള്ളൂ. വെള്ളം, കൃഷിക്ക് വെള്ളം ഇല്ലാത്ത ഒരു കാലം വന്നപ്പോ കുടിക്കാൻ വെള്ളമുണ്ട്, സംസമിലെ വെള്ളം കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. കൃഷിക്ക് വെള്ളം തികയാത്ത ഒരു ചെറിയ വരൾച്ച വന്നപ്പോ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ടാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിർത്തിയിട്ട് അവിടുത്തെ പുന്നാര മുഖമൊന്ന് മുകളിലേക്കൊന്ന് പൊക്കി കാണിച്ചു കൊടുത്തപ്പോ ആ പുണ്യമുഖം അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ വദനം ഒന്ന് പൊക്കി ഉയർത്തി കാണിച്ചപ്പോഴേക്ക് നല്ല മഴ ലഭിച്ചു. ഇതല്ലേ അബൂ ത്വാലിബ് പലപ്പോഴും പറഞ്ഞിരുന്നത്, വഅബിയലു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. ഓ നബിയെ, അവിടുത്തെ മുഖം കാരണം, മുഖം കൊണ്ടൊരു നോട്ടം നോക്കിയപ്പോഴേക്ക് മേഘാവൃതമായി നല്ല മഴ ലഭിച്ചു. വല്ലാത്തൊരു ബഹുമാനമാണ് തങ്ങൾക്ക് അല്ലാഹു നൽകിയത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തങ്ങൾ അവിടെ താമസിക്കുമ്പോ മക്കക്കാർക്ക് വല്ല സാമ്പത്തികമായിട്ടോ മറ്റോ ബുദ്ധിമുട്ടുകളോ മറ്റോ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കുട്ടിക്കാലത്ത് പോലും നോക്ക് നിങ്ങൾ, ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുമ്പോ സൈനി ദഹിലാൻ അടക്കമുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ബനൂ സഅദ്
അവിടെയാണ് ഹലീമ ബീവിയുടെ കുടുംബം താമസിച്ചിരുന്നത്. ത്വായിഫിലാണത്. മക്കയിൽ നിന്ന് കുറെ പോകണം. ത്വായിഫിലെ ബനൂ സഅദ് പോയി കാണണം. നമ്മളൊക്കെ ഒരുപാട് ചരിത്ര സത്യങ്ങൾ അവിടെ കാണാനും പറയാനും പഠിക്കാനുണ്ട്. ബനൂ സഅദിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് താമസിക്കുമ്പോഴാണല്ലോ ആദ്യം മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കിടത്തിയിട്ട് സുദറിന്റെ ഭാഗത്ത് ചെറിയ ഒരു പുണ്യകർമ്മം നടത്തിയിട്ട് തിരിച്ചു പോയത്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ത്വായിഫിലാ ഉള്ളത്. ബനൂ സഅദ് ഗോത്രം മൊത്തം സന്തോഷം കൊണ്ട ഒരു സന്ദർഭമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഗോത്രത്തിലെത്തിയപ്പോൾ. തങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് ഏത് വീട്ടിലേക്കും തങ്ങളൊന്ന് ഇറങ്ങി നടന്നാൽ, കുട്ടിക്കാലത്ത് ഒരു വയസ്സാകുന്നതിന്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സുന്ദരമായി സംസാരിച്ചത്, ശരിക്ക് നടന്നത് മാസങ്ങളെ കൊണ്ടല്ലേ, വർഷങ്ങളൊന്നും ആയിട്ടില്ല. സുഡമായ അറബി ഭാഷയിൽ ശരിക്ക് സംസാരിച്ചു. മാസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്ന വീടുകൾ മുഴുവനും കസ്തൂരിയുടെ ഗന്ധമായിരുന്നു. എല്ലാ വീടുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ കിട്ടിയ അഭിവൃദ്ധി എത്രയാ! രോഗികളായ ആളുകൾ ആ വീട്ടിന്റെ മുന്നിൽ തടിച്ചുകൂടും. പ്രഭാതമാകുമ്പോൾ കുട്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്തൊന്ന് വെച്ചിങ്ങനെ തടുമ്പോഴേക്ക് പെട്ടെന്ന് ശിഫ കിട്ടും. വയസ്സൊന്നായിട്ടില്ല, ചെറുപ്യ പ്രായത്തിലാ പറയുന്നത്. തങ്ങൾ ആ ഭൂമിയിൽ വന്ന് ഇറങ്ങി താമസിച്ചതോടെ ആ നാടിന് മൊത്തം അല്ലാഹു തആല പവിത്രത ഏറ്റിക്കൊടുത്തു. ഒട്ടകങ്ങൾ, ആടുകൾ സുഖമില്ലാത്തതിനെ കൊണ്ടുവന്ന് നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്നെടുത്തുകൊണ്ട് അതിന്റെ മേലെയുള്ള വിരിപ്പ്, ഒട്ടകത്തിന്റെ മേലെ വിരി കണ്ടിട്ടില്ല, ഇരിക്കാൻ പറ്റുന്ന ആ വിരിപ്പിന്റെ മേലെ ഒന്നിങ്ങനെ കിടത്തിയിട്ട് ഒന്ന് ഇടിക്കും. അപ്പോഴേ ഒട്ടകം സജീവമാകും. രോഗങ്ങളൊക്കെ മാറി, ക്ഷീണമൊക്കെ മാറി അത് പോകാൻ തുടങ്ങും. എന്തൊരു സന്തോഷാണ്! ചെറുതൊന്നല്ല കിട്ടിയത്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയ്ക്കുള്ള വിജയം മുഴുവനും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തതിന് ശേഷം ഇപ്പൊ തങ്ങൾ ആ നാട്ടിൽ താമസിച്ചത് മുതൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ബറക്കത്തും ആ സമയം മുതൽ എല്ലാ കാലത്തും അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല മക്കയുടെ ബഹുമാനം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വീണ്ടും സത്യം ചെയ്യുന്നു. വാലിദിൻ വമാ വലദ്, ബാപ്പയും മക്കളും തന്നെയാണ് സത്യം. ബാപ്പക്കും മക്കൾക്കും ഇടയിൽ വലിയ ബന്ധമുണ്ട്. ബാപ്പയും മക്കളും വലിയ ബഹുമാനമുള്ള തലങ്ങളാണ്. ബാപ്പാനെയും ഉമ്മാനെയും ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കേണ്ടതുണ്ട്, കാണേണ്ടതുപോലെ കാണേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കേണ്ടതുണ്ട്. രണ്ട് തലങ്ങളും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ബാപ്പനെ മാത്രമല്ല, മക്കളെയും. ബാപ്പയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു തഫ്സീർ പ്രകാരം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും മക്കൾ അവിടുത്തെ മക്കളായ ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും പേരക്കുട്ടികളാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമും തുടർന്നുള്ളവരുമാണ്. കാരണം മക്കയിൽ ഒരു കുടുംബം എന്ന നിലക്ക് താമസം തുടങ്ങിയത് അവരാണ്. മക്കയിൽ ഒരു കുടുംബം എന്ന നിലക്ക് താമസം ആദ്യമായി തുടങ്ങുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബമാണ്. അതിനു മുമ്പ് ഒരു കുടുംബം മക്കയിൽ താമസമാക്കിയിട്ടില്ല. ആദ്യം അവിടെ താമസമാക്കിയത് ബഹുമാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹയും അവിടുത്തെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമാണ്. പിന്നീട് ജുർഹും ഗോത്രക്കാര്, അല്ലറ ചില്ലറ മറ്റു ഗോത്രക്കാരൊക്കെ വന്ന് പതുക്കെ പതുക്കെ അങ്ങനെ താമസമായി. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുമ്പോഴേക്ക് 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ്ഹാഖ് നബി ജനിക്കുന്നത്, ഇസ്മായിൽ നബി ജനിച്ചിട്ട്. അപ്പോഴേക്ക് ഏകദേശം മക്കയുടെ പരിസരത്തൊക്കെ കുറെ കുടുംബങ്ങളൊക്കെ ഏകദേശം താമസമായി തുടങ്ങിയിട്ടുണ്ട്. ഹാജർ ബീവിയുടെ അടുത്ത് താമസിക്കാൻ വേണ്ടി ആദ്യ ഘട്ടത്തിൽ ഒരു കുടുംബം വന്നപ്പോൾ അവര് താമസത്തിന് ആദ്യം നോക്കിയത് വെള്ളം ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വെള്ളമുണ്ട്, ഇഷ്ടം പോലെ കുടിക്കാം, ഉപയോഗിക്കാം, കാര്യങ്ങൾക്കൊക്കെ എടുക്കാം, പക്ഷേ അവകാശം പറയരുത്. അതാണല്ലോ പ്രശ്നം ലാസ്റ്റ് അവിടേക്കല്ലേ പോവുക. അതുകൊണ്ട് വെള്ളങ്ങൾക്ക് ഉപയോഗിക്കാം, എത്ര ഉപയോഗിക്കാം, എത്ര എടുത്തു കൊണ്ടുപോകാം, വീട്ടുപകര സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അവകാശം അത് പറയരുത്. അത് എൻ്റെ കുടുംബത്തിനാണ്. ഈ ഇരിക്കുന്ന ഈ കുട്ടി കാലിട്ടടിച്ച സ്ഥലത്തുനിന്ന് ആ സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് കുഴിച്ചിട്ട് അവിടെ നിർഗളിച്ച വെള്ളമാണത്. ആ വെള്ളത്തിന് ആ ഒരു പേര് ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ നാവിൽ നിന്ന് വന്ന 2 വാക്കാണിത്, സംസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു ഉമ്മ ഹാജർ, നമ്മുടെ ഉമ്മയായ ഹാജർ ബീവിക്ക് അല്ലാഹു തആല വലിയ റഹ്മത്ത് ചെയ്യട്ടെ. ആ വാക്കെങ്ങാനും പറയാതിരുന്നുവെങ്കിൽ ലഖാനത്ത് ഐനം മഈന,
ആ കിണർ, ആ വെള്ളം എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവഹിക്കുന്ന ഒരു തടാകമായി മാറിയിട്ടുണ്ടാകും. പിന്നെ അതിനായിരിക്കും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പൈപ്പൊക്കെ കുഴിച്ചിട്ട് ആ വെള്ളത്തിന് വേണ്ടിയായിരിക്കും. പിന്നെ ജപ്പാന് വേണ്ടിയാവില്ല, അതിനു വേണ്ടിയായിരിക്കും. അതങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോകുമായിരുന്നു. പക്ഷെ മഹദിയുടെ വാക്ക് അവിടെ കബൂലായിപ്പോയി. കുറച്ചിങ്ങനെ വിസ്തൃതിയിൽ അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് റെഡിയാക്കിയതിന് ശേഷം മഹദി പറഞ്ഞു സംസം എന്ന് പറഞ്ഞു. അപ്പൊ അത് അവിടെ ഒതുങ്ങിയിട്ട് അവിടെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു വന്നു. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് ഒഴുകുമായിരുന്നു എല്ലാ ഭാഗത്തേക്കും. അത്രയും ബറക്കത്തുള്ള ആ വെള്ളം അത് കണ്ടിട്ടാണ് ഒരു കുടുംബം ആദ്യം അവിടെ താമസമാക്കി. അവരിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഭാഷ പഠിച്ചു, വളർന്നു, കുടുംബങ്ങളൊക്കെ ആയി. പിന്നീട് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുമ്പോഴേക്ക് കുറേ കുടുംബങ്ങൾ അതിന്റെ പരിസരത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ബാപ്പയും മക്കളും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുടുംബമായിട്ട് അവിടെ താമസിച്ചവരവരല്ലേ. ആദ്യത്തെ ഒരു നാട്ടില്, ലോകത്തെ ആദ്യത്തെ കേന്ദ്രമായ മക്ക, ആ മക്കയിൽ ആദ്യത്തെ കുടുംബം എന്ന നിലക്ക് അവരെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ലോകത്തുള്ള എല്ലാ സന്താനങ്ങളും അവരൊക്കെ സത്യം ചെയ്തിട്ടാണ് അല്ലാഹു തആല വിഷയം അവതരിപ്പിക്കുന്നത്. പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള നീണ്ട ചർച്ച ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നടക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.